മുമ്പ് മുജാഹിദിന്റെ വാദം എന്തായിരുന്നു? അതാ, വല്ലവരും തന്റെ സ്ത്രീയെ തൊടുകയും മുത്തുകയും ചെയ്താൽ അവന് വുസു ചെയ്യൽ നിർബന്ധമാണ്. എന്ത് വുസു? മലയാളത്തിലായപ്പോ അങ്ങനെ ആയതാണ്. നിങ്ങൾ എല്ലാവർക്കും ബേജാറാവണ്ട. ഞങ്ങൾ വുളുവിന്റെ പേരൊക്കെ മാറ്റി എന്ന് പറയണ്ട. വുളു ചെയ്യൽ നിർബന്ധമാണ് എന്ന് ആരാ പറഞ്ഞത് അറിയോ? വി മൂസ മൗലവി പ്രവാചക ചര്യകൾ എന്ന പുസ്തകത്തിൽ എഴുതി വച്ചിരിക്കുന്നു. ആ കാലഘട്ടത്തിൽ സംഗതി അങ്ങനായിരുന്നു മുസ്ലിയാരെ. പക്ഷെ കുറച്ചുകൂടി ഇങ്ങോട്ട് കാലായപ്പോ പൂച്ചന്റെയും എലിയുടെയും ഒക്കെ സ്വഭാവം നമ്മൾ പെണ്ണുകളിൽ കാണാൻ തുടങ്ങി, ചാണകത്തിന്റെ സ്വഭാവം കാണാൻ തുടങ്ങി. അപ്പൊ പിന്നെ ഞങ്ങൾ അതിനോട് തുല്യപ്പെടുത്തി പറയേണ്ടി വന്നു എന്നായിരിക്കും ഈ സമയത്ത് മൗലിമാർക്ക് പറയാനുണ്ടാവുക എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. ഞാൻ ചോദിച്ചു, ഏതടിസ്ഥാനത്തിലാണ് ഇത് പറയുന്നത്? ഏതടിസ്ഥാനത്തിലാണ്? ഖുർആനില്ലേ ഇസ്ലാമിലെ ഒരു നിയമം സ്ഥാപിക്കാൻ പരിശുദ്ധ ഖുർആന് വേണം, ഹദീസ് വേണം, അതുപോലെ പണ്ഡിതന്മാരുടെ പ്രഖ്യാപനങ്ങൾ വേണം, ഖുർആനും ഹദീസും പഠിച്ച മഹാന്മാരുടെ പ്രഖ്യാപനങ്ങൾ വേണം. അതൊന്നുമില്ലാതെ ഈ ആശയം പറയുന്നത് ശരിയാണോ? ഇത് പറഞ്ഞപ്പോ ഒരു ഹദീസ് രംഗപ്രവേശം ചെയ്തു. അതിന്റെ തെളിവ് നിങ്ങളിപ്പോ പാമ്പിനോടും പൂച്ചയോടും എലിയോടും ഒക്കെ തുല്യപ്പെടുത്തിയിട്ട് അങ്ങനെ പറയുമ്പോ തെളിവില്ല എന്ന് മനസ്സിലാക്കേണ്ട. തെളിവ് ഞങ്ങൾക്കുണ്ട്. എന്നാ തെളിവൊന്ന് വായിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ കേട്ടു. എന്താണ്? ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസ് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയാ പറയുന്നത്. എന്താണത്? ആയിഷ റളിയല്ലാഹു അൻഹാ ഖാലത്, ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാണ്. എന്താ പറയുന്നത്? കുന്തു അനാമു ബൈന യദി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ ഉറങ്ങുന്ന ആളായിരുന്നു. ശരിക്കും ശ്രദ്ധിച്ചോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ കിടക്കുന്ന ഞാൻ, എന്റെ രണ്ട് കാലും നബി തങ്ങളുടെ ഖിബിലയുടെ ഭാഗത്തായിരുന്നു. ഫഇദാ സജദ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുജൂദ് ചെയ്യുമ്പോൾ വമദനി, എന്നെ ഒന്ന് തൊടും. ഫഖബൽതു റിജ്ലയ്യ, അപ്പൊ ഞാൻ എന്റെ കാല് അടുക്കി വെക്കും. കാരണം ഉറങ്ങുന്ന ആള് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാണ്, ഞാൻ ഉറങ്ങുന്ന സമയത്ത് എന്റെ കാല് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുജൂദ് ചെയ്യുന്ന ഖിബിലയുടെ സ്ഥാനത്താകും. ഞാൻ കാലൽപ്പം അകറ്റി വെച്ച കാരണത്താൽ ആ സമയത്ത് സുജൂദ് ചെയ്യാൻ വേണ്ടി നബി തങ്ങൾ എന്ത് ചെയ്യും? എന്റെ കാലുമത്തോടും തൊടുമ്പോ ചെയ്യും, ഞാൻ എന്റെ കാല് അടുത്തേക്ക് വെക്കും. അങ്ങനെ കേട്ടോ. വഇദാ ഖാമ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുജൂദിൽ നിന്ന് ഉയർന്നാൽ ബസത്തുഹുമാ, രണ്ട് കാലും ഞാൻ നേരത്തേതുപോലെ തന്നെ പരത്തി വെക്കുകയും ചെയ്യും. മഹദി ഒരു ക്ഷമാപണം നടത്തുകയാണ്. കാരണം ഇങ്ങനെയൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബുദ്ധിമുട്ടാക്കേണ്ടതുണ്ടോ എന്ന് പലപ്പോഴും ജനങ്ങൾക്ക് തോന്നിപ്പോകും. അതിന് മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാണ്, വൽ ബുയൂതു യൗമഇദിൻ ലൈസ ഫീഹാ മസാബിഹു, ആ കാലഘട്ടത്തിലൊന്നും ഞങ്ങൾ വീടുകളിൽ വിളക്കുണ്ടായിരുന്നില്ല. അഥവാ വെളിച്ചുണ്ടെങ്കിൽ നബി തങ്ങള് എന്നെ തൊടേണ്ട ആവശ്യം തന്നെ ഉണ്ടാകുമായിരുന്നില്ല. ഞാൻ കാല് നേരത്തെ തന്നെ നബി തങ്ങൾക്ക് സുജൂദ് ചെയ്യാനുള്ള സൗകര്യത്തിന് വേണ്ടി ഖിബിലയിൽ നിന്ന് മാറ്റുമായിരുന്നു എന്ന നിലക്കാണ് മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നത്. ഇവിടെ തെളിവെന്താണെന്നറിയോ? നോക്ക് നിങ്ങൾ, റസൂലുള്ളാഹി തങ്ങൾ നിസ്കരിക്കുന്ന സമയത്ത് ആയിഷ ബീവിയെ തൊടുന്നത്, നിസ്കാരത്തിലാ തൊടുന്നത് കേട്ടോ. എന്നിട്ട് ഒന്നു മുറിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ റസൂലുള്ളാഹി തങ്ങൾ അവിടുന്ന് എണീറ്റിട്ട് പോകണ്ടേ? ഒന്നു എടുക്കാൻ പോകണ്ടേ? അങ്ങനെ ചെയ്തിട്ടുണ്ടോ? നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഇതെവിടെ തൊട്ടത് എന്ന് പറഞ്ഞോ? കാലുമ്പോ തൊട്ടു. നമുക്ക് അങ്ങനെ വാദമുണ്ടോ? ഭാര്യയെ ഒരു നിലക്കും തൊടാൻ പാടില്ല. മറയോടുകൂടെ ഭാര്യയെ തൊട്ടാൽ മുറിയില്ല. മറയില്ലാതെ തൊടുമ്പോഴാണ് മുറിയുന്നത്. ആയിഷ ബീവി തന്നെ പറയുന്നുണ്ട്, ഞാൻ പുതച്ചിട്ടാ ഉറങ്ങാറുള്ളത് എന്ന്. ആയിഷ ബീവി തന്നെ പറയാട്. ഇനി ഞാൻ പറയണ്ട, ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ കേട്ടോ. നിങ്ങൾ ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് മഹാനായ ഇമാം യഹ്യ ഇബ്നു ശറഫിൻ നവാവി, ലോകത്തൊരിക്കലും ആർക്കും വിമർശിക്കാൻ സാധിക്കാത്ത വിധം ലോകപ്രശസ്ത പണ്ഡിതനും ഖുതുബുമായ ഇമാം നവവി റളിയല്ലാഹു അൻഹു ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് പറയുകയാണ്, വസ്തദല്ല ബിഹി മൻ യഖൂലു ലംസുൻ നിസാഇ ലാ യുൻഖിദുൽ വുളൂഅ. ചില ആളുകളൊക്കെ പറയാറുണ്ട്, സ്ത്രീകളെ തൊട്ടാൽ അതുകൊണ്ട് വുളൂ മുറിയില്ല എന്ന് പറയാറുണ്ട്.
അവർ ഈ ഹദീസ തെളിവാക്കലുമൊക്കെ പഠിച്ചോളൂ. വൽ ജുംഹൂറു അലാ അന്നഹു യുൻസിബു, മഹാനായ ഇമാം നവവി തങ്ങൾ പറയുകയാണ്, എന്നാൽ ഭൂരിപക്ഷം പണ്ഡിതന്മാരും പറയുന്നത് സ്ത്രീകളെ തൊട്ടു എന്നത് അത് വുളൂ മുറിക്കുന്ന കാര്യം തന്നെ. അപ്പൊ ചോദ്യമുണ്ടാകും, ഈ ഹദീസിൽ പറഞ്ഞതോ ഇവരെ തൊട്ടിട്ടല്ലേ നിസ്കരിച്ചത്? വഹമലുൽ ഹദീസ, ഈ ഹദീസിനെ പണ്ഡിതന്മാരായ ഭൂരിപക്ഷം നേതാക്കളും അവർ ഈ ഹദീസിനെ ചുമത്തിയിട്ടുള്ളത് അലാ അന്നഹു വമദഹ ഫൗഖഹാഇലിൻ, മഹാനായ നബി തങ്ങൾ മറയ്ക്ക് മേലെയാണ് തൊട്ടത്, മറയില്ലാതെ തൊട്ടതല്ല. വഹാദാ ഹുവ ളാഹിറു മിൻ ഹാരിൻ നാഇമി, ഇതല്ലേ ഉറങ്ങുന്നവന്റെ അവസ്ഥയിൽ നിന്ന് വളരെ പ്രകടമാകുന്ന സ്വഭാവം. കാരണം അവര് പൊതച്ചിട്ടും അതുപോലെ മറയോടുകൂടിയിട്ടുമല്ലേ ഉറങ്ങാറുള്ളത്. അതുകൊണ്ട് ഫലാ ദലാലത ഫീഹി അലാ അദമിൻ നഖ്ലി, ഭാര്യയെ തൊട്ടാൽ വുളൂ മുറിയില്ല എന്നതിന്റെ പേരിൽ ഈ ഹദീസിൽ തെളിവേ ഇല്ല. ഹദീസ് പഠിച്ച ഇമാമിയങ്ങളിൽ പ്രഗൽഭനായ ബഹുമാനപ്പെട്ട ഇമാം യഹ്യ ഇബ്നു ശറഫ് നവാവി റളിയല്ലാഹു അൻഹു ആണ് വിശദീകരിക്കുന്നത്. ഈ നിലക്ക് ഹദീസിനെ തിരിമറിയോർത്തി ആശയം കട്ടുവച്ച് ഇമാമിയങ്ങളെ തള്ളി. നിങ്ങൾ ആലോചിച്ചു നോക്ക്, പല വസ്തുക്കളോടും ഭാര്യമാരെ തുല്യപ്പെടുത്തി അതിനേതുപോലെ തന്നെയാണ് ഭാര്യമാരുമെന്ന് പറഞ്ഞ് കബളിപ്പിക്കുന്ന ഒരു സ്വഭാവമുണ്ടായി. ഇതിൽപ്പെട്ട ഒരു ഭാഗം നിങ്ങൾ കേട്ടോ, ഇതേ ഒരു സ്വഭാവം ഹദീസ് മുഴുവനും പരിശോധിച്ച് അഗ്രഗണ്യനായ ഒരു പണ്ഡിതനെ പോലെയായിരിക്കും ഇയാളെ സംസാരം. കേട്ടോ, എന്താ അയാൾ പറയുന്നത് ഒന്ന് കേൾക്കാം എന്നതാണ് ആ പ്രശ്നത്തിലുള്ളത്. പിന്നെയുള്ളൊരു പ്രശ്നം തൊപ്പി ധരിക്കലുമായി ബന്ധപ്പെട്ടൊരു വിഷയമാണ്. തൊപ്പി ധരിക്കണോ തലമറക്കണോ എന്നൊക്കെയാണ്. മഹാനായ പ്രവാചകൻ ഒരിക്കൽ പോലും തൊപ്പി ധരിച്ചിട്ടില്ല. അദ്ദേഹം തലമറക്കുക എന്ന രീതി അദ്ദേഹത്തിനുണ്ടായിരുന്നു. ശരി, ഈ വിഷയത്തിൽ നമ്മുടെ നിലപാടെന്താണ്? ഒരിക്കലും തലപ്പാവ് ധരിക്കുന്ന തലമറക്കുന്ന ഒരാളെ തലമറച്ചു എന്നതുകൊണ്ട് ചീത്ത പറയാൻ നമ്മൾ ആളുകളല്ല. ഒരിക്കലും തലമറക്കുന്ന ആളുകൾ മോശക്കാരാണെന്നോ അല്ലെങ്കിൽ തലമറക്കുന്ന പ്രവർത്തനം മോശമാണെന്ന് നമ്മൾ പറയില്ല. ഒരുപക്ഷെ ആ തലപ്പാവ് ധരിച്ച വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം, അദ്ദേഹത്തിന്റെ ആദർശത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വിമർശനങ്ങൾ ഉന്നയിക്കാം. എന്നാൽ ഈ വിഷയത്തിലുള്ളത് ഇതിന് ആദിയായ സുന്നത്ത്, പ്രവാചകന്റെ ചര്യനുസരിച്ചുള്ള സുന്നത്തി എന്ന നിലക്കാണ് പണ്ഡിതന്മാർ എണ്ണിയത്. പ്രവാചകൻ ഒട്ടകത്തിൽ പോയിരുന്നു, ഒട്ടകത്തിന്റെ പുറത്ത് പോയിരുന്നു. അതുപോലെ തന്നെ പ്രവാചകൻ കാരക്ക കഴിച്ചിരുന്നു. ഇതുപോലത്തെ ഒരു ചര്യ എന്ന നിലക്കാണ് പണ്ഡിതന്മാർ അതിനെ എണ്ണുകയും വീക്ഷിക്കുകയും ചെയ്തിരിക്കുന്നത്. പക്ഷേ ഒരു മനുഷ്യൻ ഈ വിഷയത്തിൽ മുഹമ്മദ് നബിയോടുള്ള അടങ്ങാത്ത സ്നേഹം കൊണ്ടത് ചെയ്താൽ പുണ്യം കിട്ടില്ലെന്ന് പറയാൻ നമ്മൾ ആളുകളല്ല. അതുകൊണ്ട് തന്നെ ആധികാരികമായ ഒരു വിഷയം എന്ന നിലയ്ക്ക് കൂടുതൽ നിങ്ങൾ പണ്ഡിതന്മാരോട് അന്വേഷിക്കേണ്ടതാണ്. അപ്പൊ ഇത് പഠിച്ചിട്ട് പോരായിരുന്നോ പറയാൻ? പിന്നെ ലാസ്റ്റ് പണ്ഡിതന്മാരെ ഏൽപ്പിക്കണോ? നിങ്ങളിൽ നിന്ന് അതിന്റെ മറുപടി വ്യക്തമായി കിട്ടുമെന്ന നിലക്കാണ് നിങ്ങൾ ഏൽപ്പിച്ചത്. അപ്പൊ നോക്കുമ്പോ കൂടെ പറഞ്ഞിട്ടാകെ നാശാക്കി. നിങ്ങൾ കേട്ടോ, തുടക്കം തന്നെ പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൊപ്പി ധരിച്ചിട്ടില്ല, പക്ഷെ തലമറക്കുന്ന ഏർപ്പാട് അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഈ തൊപ്പി എന്ന് പറഞ്ഞാൽ പിന്നെ എവിടെ മറക്കുന്ന സാധന? അതാ തിരിയാത്തത്. നിങ്ങൾ പറയും അതൊന്നുകൂടെ ഇട്ടുകൊടുക്കുമോനെ, കേൾക്കട്ടെ, നന്നായി കേൾക്കട്ടെ. മഹാനായ പ്രവാചകൻ ഒരിക്കൽ പോലും തൊപ്പി ധരിച്ചിട്ടില്ല. അദ്ദേഹം തലമറക്കുക എന്ന രീതി അദ്ദേഹത്തിനുണ്ടായിരുന്നു. മഹാനായ പ്രവാചകൻ ഒരിക്കൽ പോലും തൊപ്പി ധരിച്ചിട്ടില്ല. അദ്ദേഹം തലമറക്കുക എന്ന രീതി അദ്ദേഹത്തിനുണ്ടായിരുന്നു. കേട്ടില്ലേ? തലമറക്കുന്ന ഏർപ്പാട് അദ്ദേഹത്തിന് ഉണ്ടായി. ഇസ്ലാമിക ശരീഅത്ത് കൊണ്ടല്ലേ കളിക്കുന്നത്. നാവിനെ പടച്ചിറപ്പ് വായിക്കി കൊടുക്കുമോ? നിങ്ങൾ മനസ്സിലാക്കി. ലോക മുസ്ലിമീങ്ങളുടെ ഈമാൻ നഷ്ടപ്പെടാനുള്ള സ്വഭാവമല്ലേ എടുക്കുന്നത്. ആരാളെന്നറിയോ? താജുദ്ദീൻ സലാഹി. കോട്ടക്കൽ സംവാദം കേട്ട ആളുകൾക്ക് മനസ്സിലാക്കാൻ കഴിയും. കൂടെ ഇരുന്നിരുന്ന ആളാ, ഒരക്ഷരം പറയാൻ എണീക്കാത്ത മൗലവി. കാരണം പാണ്ഡിത്യത്തിന്റെ ഊക്കൊണ്ട് അങ്ങനെ എണീക്കാൻ പറ്റൂലല്ലോ, കുറച്ച് കൂടിയാൽ അങ്ങനെയുള്ളൂ. നിങ്ങൾ മനസ്സിലാക്കണം, റസൂലുള്ളാഹി തങ്ങൾ തൊപ്പി ധരിച്ചിട്ടില്ല. മൂപ്പർ ആ സദസ്സിൽ പോയി വിദ്യാർത്ഥിയായിട്ട് പോണ വൈകിയ പറച്ചിൽ കേട്ടാൽ നബി തങ്ങളെ. പക്ഷെ തലമറക്കുന്ന ഏർപ്പാടുണ്ടായിരുന്നു. അപ്പോഴാ സംശയം വരുന്നത്, ഈ തൊപ്പി എന്ന് പറഞ്ഞാൽ എവിടെ ഇരിക്കുന്ന സാധനമാണ് അത് ഞങ്ങൾക്ക് തിരിയുന്നില്ല. എന്നിട്ട് പറയാണ്, അങ്ങനെ തൊപ്പി ധരിച്ച തലമറച്ച ആളുകൾക്ക് അത് മുഖേന പ്രവാചകനോടുള്ള സ്നേഹം മുഖേന അങ്ങനെ ചെയ്തു എന്നതുകൊണ്ട് പുണ്യം കിട്ടുമെന്ന് പറയാൻ ഞങ്ങൾ ആളുകളില്ല.
അഥവാ അങ്ങനെ ഞങ്ങൾ പറയൂല, പുണ്യം കിട്ടുമെന്ന് ഞങ്ങൾ പറയൂല. പക്ഷേ ഒരു മനുഷ്യൻ ഈ വിഷയത്തിൽ മുഹമ്മദ് നബിയോടുള്ള അടങ്ങാത്ത സ്നേഹം കൊണ്ടത് ചെയ്താൽ പുണ്യം കിട്ടില്ലെന്ന് പറയാൻ നമ്മൾ ആളുകളല്ല. പക്ഷേ ഒരു മനുഷ്യൻ ഈ വിഷയത്തിൽ മുഹമ്മദ് നബിയോടുള്ള അടങ്ങാത്ത സ്നേഹം കൊണ്ടത് ചെയ്താൽ പുണ്യം കിട്ടില്ലെന്ന് പറയാൻ നമ്മൾ ആളുകളല്ല. എന്നാൽ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ, തൊപ്പി ധരിച്ചാലും തലമറച്ചാലും പുണ്യം കിട്ടുമെന്ന് നിങ്ങൾ പറയാൻ ആളുകളല്ലെന്ന് പറഞ്ഞാൽ പറ്റൂല. നിങ്ങൾ മുമ്പ് പറഞ്ഞതാണ് കേട്ടോ. അൽമനാറിലൂടെ മുജാഹിദിന്റെ നേതാക്കൾ എഴുതി പഠിപ്പിക്കുകയാണ്. ഒരു ചെറിയ ഉദാഹരണം പറയാം. മുസ്ലിമീങ്ങൾക്ക് തങ്ങളുടെ തലമറക്കൽ തൊപ്പി കൊണ്ടോ തലപ്പാവ് കൊണ്ടോ എന്തുകൊണ്ടായാലും വേണ്ടില്ല, സുന്നത്താണ്. സുന്നത്ത് എന്ന് പറഞ്ഞാൽ എന്താ? പുണ്യം കിട്ടുന്ന അമലാണ്. അപ്പൊ പിന്നെ ആളുകളല്ലെന്ന് പറഞ്ഞു ഒഴിഞ്ഞാ പറ്റൂല. മുമ്പ് പറഞ്ഞത് ജനങ്ങളുടെ കയ്യിലുണ്ടെന്ന് മനസ്സിലാക്കിക്കൊള്ളണം. അതുകൊണ്ട് ഞങ്ങൾ മനസ്സിലാക്കുന്നത് എന്താണ്? നിലനിൽപ്പില്ലാത്ത ആശയങ്ങളുടെ ഒരു പ്രത്യേകമായ സമാഹാരമാണ് മുജാഹിദ് പ്രസ്ഥാനം. ഒരു സമയത്ത് സുന്നത്താണെന്ന് പറയുന്നു, അൽമനാറിൽ മാത്രമാണെന്നാണ് നിങ്ങൾ മനസ്സിലാക്കിയത്. എന്നാൽ ഇവരുടെ നേതാവായ ഉമർ മൗലവി, ആരാണ് ഉമർ മൗലവി എന്ന് ഞാൻ പിന്നീട് നിങ്ങൾക്ക് അറിയിച്ചു തരാനിരിക്കുന്നു. കേട്ടോ, ഉമർ മൗലവി തന്റെ സൽസബീലിലൂടെ പറയുകയാണ്. ഏതാണ് സൽസബീൽ എന്ന് നിങ്ങൾ പഠിക്കണം. ഉമർ മൗലവിയുടെ ഒരു മൗലിദുണ്ട്. ആ മൗലിദിൽ ഉമർ മൗലവിയുടെ മഹത്വം പറഞ്ഞിട്ട് അവസാനം പറയുകയാണ്. ഉമർ മൗലവിയുടെ മഹത്വം എന്താണെന്നറിയോ? മൗലിദ് ഞാൻ ശേഷം വായിക്കുന്നുണ്ട്. ഉമർ മൗലവിയെ സംബന്ധിച്ച് അവരുണ്ടാക്കിയ മാലയാണിത്. അത് ഞാൻ നിങ്ങൾക്ക് പാടിക്കേൾപ്പിക്കുന്നുണ്ട്. മാലയിൽ മുഹിയദ്ദീൻ ശൈഖിനിക്ക് പോലും പറയാത്ത മഹത്വങ്ങൾ അവർ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ മുഹിയദ്ദീൻ മാല തെറ്റാട്, സ്വന്തം നേതാവിന്റെ മാല ശരിയാട്. ആ മാലയിൽ ഒരു വിഷയം പറയുന്നുണ്ട്. മുള്ളുകൾ താണ്ടി തെളിയിച്ച പാതക്കു സൽസബീൽ എന്ന പേരെത്രേ മഹത്വരും. ജവാബൊന്നും ചെല്ലണ്ട. അപ്പോ സൽസബീൽ എന്ന് പറയുന്ന ഒരു മഹത്തായ ഗ്രന്ഥത്തിന്റെ ഉടമസ്ഥനാണ് ആര്? നേതാവ് ഉമർ മൗലവി. ആ ഉമർ മൗലവി സൽസബീലിൽ പറയുന്നത് എന്താണ്? അതുകൊണ്ട് ഞാൻ ഈ വിഷയത്തിൽ ഉറച്ചു നിൽക്കുന്നു. തലമറക്കൽ നബിയുടെ സുന്നത്താണെന്ന് പറയുന്നു. സൽസബീലിലായി എഴുതി വെക്കുന്നത്. അപ്പൊ പുണ്യം കിട്ടുമെന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞിട്ടില്ലെന്ന് പറയരുത്. എന്നാൽ ഞങ്ങളുടെ വിഷയം അവിടെയല്ല. ഞങ്ങളത് നേരത്തെ സുന്നത്താണെന്ന് പറയുന്നവരാണ്. റസൂലുള്ള തൊപ്പി ധരിച്ചിട്ടില്ല എന്ന പച്ചക്കള്ളം ജനങ്ങളുടെ മുമ്പിൽ പ്രചരിപ്പിച്ചില്ലേ? പക്ഷേ ഞങ്ങളത് വിശ്വസിക്കുകയില്ല. കാരണം ഞങ്ങൾക്ക് ഞങ്ങളെ ഇമാമികളാണ് മാതൃകാ പുരുഷന്മാര്. മഹാനായ ഇമാമികളിൽ 5-ാം നൂറ്റാണ്ടിലെ മുജദ്ദിദായി രംഗപ്രവേശനം ചെയ്ത ബഹുമാനപ്പെട്ട ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദിൽ ഗസാലി റളിയല്ലാഹു അൻഹു പറയുന്നത് എന്താണ്? ഇഹ്യാ ഉലൂമുദ്ദീൻ എന്ന ഗ്രന്ഥം നിങ്ങൾ ചെന്നിട്ട് മറിച്ചു നോക്ക്. ആ ഗ്രന്ഥത്തിൽ കാണാം, വകാന യൽബസുൽ ഖലാനിസ തഹ്തൽ അമായിം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൊപ്പി ധരിച്ചിരുന്നു. അതിന്റെ മുകളിൽ തലപ്പാവ് കെട്ടിയിരുന്നു. എന്ത്? നബി തങ്ങൾ തൊപ്പി ധരിച്ചിരുന്നു, അതിന്റെ മുകളിൽ തലപ്പാവും കിട്ടിയിരുന്നു. തലപ്പാവുകൾക്കടിയിലായി തൊപ്പി ധരിക്കുന്ന ആളായിരുന്നു മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വബിഗൈരി ഇമാമത്തിൻ, തലപ്പാവില്ലാതെ വെറും തൊപ്പിയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ധരിച്ചിരുന്നു. എന്നിട്ട് പച്ച കള്ളം പറയല്ലേ? ജനങ്ങളെ കബളിപ്പിക്കുകയല്ലേ? മനുഷ്യരുടെ മനസ്സിലുള്ള ഈമാൻ നശിപ്പിക്കുകയല്ലേ ചെയ്യുന്നത്? ഇവരെ അംഗീകരിക്കണമെന്നാണോ? വ്യക്തിപരമായി ഒരാളോടും നമുക്ക് എതിർപ്പില്ല. താജുദ്ദീൻ സലാഹി എന്നെ അടിച്ചിട്ടില്ല, ഞാൻ അങ്ങോട്ട് അടിച്ചിട്ടില്ല. എനിക്ക് 5 പൈസ അയാൾ ഇങ്ങോട്ട് തരാനില്ല, ഞാൻ അങ്ങോട്ട് കൊടുക്കാനില്ല. പിന്നെ വ്യക്തിപരമായി ഞങ്ങൾക്കൊരു വൈരാഗ്യമില്ല. പക്ഷേ ആദർശത്തിന്റെ വിഷയത്തിൽ ഒരിക്കലും സമ്മതിക്കാൻ പറ്റാത്ത വിധം പച്ചക്കള്ളം പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൽ കെട്ടിയുണ്ടാക്കി അതുമായി രംഗപ്രവേശനം ചെയ്താൽ മുസ്ലിം ലോകത്തിന് അംഗീകരിക്കാൻ സാധിക്കുകയില്ല. എന്റെ പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ മനസ്സിലാക്കണം. കേട്ടോ നിങ്ങൾ? ഇത് പറഞ്ഞിട്ട് അവസാനം ഇത് ബഹുമാനപ്പെട്ട ഇമാം
വസാലി തങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ പതാകവാഹകനായി ഇബ്നു തൈമിയ്യയ്ക്ക് ശേഷം രംഗപ്രവേശനം ചെയ്ത നേതാവാണ് ഇബ്നു ഖയ്യിമുൽ ജൗസി എന്ന് പറഞ്ഞില്ലേ? അവരുടെ ഇസ്ലാഹി പ്രസ്ഥാന ചരിത്രത്തിൽ ആമുഖം എന്ന് പറയുന്ന കേരള നദവത്തുൽ മുജാഹിദീൻ പ്രസിദ്ധീകരിക്കുന്ന പുസ്തകത്തിൽ നിന്ന് ഞാൻ വായിച്ചില്ലേ? ആ പുസ്തകത്തിൽ വളരെ വ്യക്തമായി പേരെടുത്ത് തന്റെ ഗ്രന്ഥമായി പുകഴ്ത്തി പറഞ്ഞ സാദുൽ മആദ് എന്ന ഗ്രന്ഥമുണ്ട്. അത് വളരെ ബഹുമാനമുള്ള ഗ്രന്ഥമായിട്ട് ഇബ്നു ഖയ്യിമുൽ ജൗസിയുടെ ഗ്രന്ഥമായി അവർ ആ പുസ്തകത്തിൽ വിശേഷിപ്പിക്കുന്നുണ്ട്. എന്നാൽ ഞാൻ പറയുന്നു, ആ ഇബ്നു ഖയ്യിമുൽ ജൗസിയുടെ ആ പുസ്തകത്തെ സംബന്ധിച്ച് ഞാൻ പറയാം. ആ പുസ്തകത്തിലുള്ള ഒരു ആശയമാണ് ഞാൻ വായിക്കുന്നത്. അതിനു മുമ്പ് ആ പുസ്തകത്തെ സംബന്ധിച്ച് അവർ പറയുന്നത് എന്താണെന്ന് കേട്ടോ. ഇബ്നു ഖയ്യിം ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ പതാകവാഹകനായി. ഇബ്നു ഖയ്യിം ആരായി? ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ പതാകവാഹനായി. എന്നിട്ടോ ഹിജ്റ 691 ഡമസ്കസിൽ പൂജാതനായി. ഹിജ്റ 751 നിര്യാതനായ ഈ മഹാപണ്ഡിതന്റെ സാദുൽ മആദ് എന്ന ഗ്രന്ഥം ഖുർആനിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ ഇസ്ലാമിക വിധികൾ കണ്ടുപിടിക്കാനുള്ള ഏറ്റവും വിശ്വസനീയമായ അടിസ്ഥാന രേഖയായി ഗണിക്കപ്പെടുന്നു. ഏത് ഗ്രന്ഥം? സാദുൽ മആദ് എന്ന ഗ്രന്ഥം. എന്നാൽ എന്റെ പ്രിയപ്പെട്ട മുജാഹിദുകളെ, തെറ്റിദ്ധരിച്ചു പോയ മുജാഹിദിന്റെ പ്രവർത്തകരെ, ഞാൻ പറയുന്നു, ആ ഗ്രന്ഥത്തിൽ തന്നെയാണ് ഞാൻ വായിക്കുന്നത്. പരിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും തനിമയാർന്ന ആദർശം എഴുതി വെച്ചിട്ടുള്ള ഇബ്നു ഖയ്യിമുൽ ജൗസിയുടെ ഗ്രന്ഥമില്ലേ? ഏതാണ് ആ ഗ്രന്ഥം? സാദുൽ മആദ്. ആ സാദുൽ മആദ് എന്ന ഗ്രന്ഥത്തിന്റെ 51 പേജ് നിങ്ങൾ നോക്കണം. അതിൽ നിങ്ങൾക്ക് കാണാം, കാനത്ത് ലഹു ഇമാമത്തുൻ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് തലപ്പാവുണ്ടായിരുന്നു. വകാന യൽബസുഹാ, നബി തങ്ങൾ തലപ്പാവ് ധരിക്കുന്നവരായിരുന്നു. വയൽബസു തഹതഹൽ ഖലൻസുവാ, ആ തലപ്പാവിന്റെ ഉള്ളിൽ നബി തങ്ങൾ തൊപ്പിയും ധരിക്കുമായിരുന്നു. വകാന യൽബസുൽ ഖലൻസുവത ബിഗൈരി ഇമാമാ, തലപ്പാവില്ലാതെ വെറും തൊപ്പിയും നബി തങ്ങൾ ധരിക്കുമായിരുന്നു. ആരാ പറയുന്നത്? ഇബ്നു ഖയ്യിമുൽ ജൗസി. എവിടെയാ പറയുന്നത്? നിങ്ങൾ പ്രത്യേകം എടുത്തു പറഞ്ഞ വളരെ ബഹുമാനമുള്ള തന്റെ ഗ്രന്ഥങ്ങളിൽ ഒരു ഗ്രന്ഥമുണ്ടല്ലോ, സാദുൽ മആദ്. ആ ഗ്രന്ഥത്തിന്റെ 1-ാം വാള്യം 50-51 പേജുകളിലാ പറയുന്നത്. എന്നിട്ട് അയാൾ ഒരു കാര്യം പറയാതെ ശരിക്കും കേട്ടോളൂ. എന്താ പറയുന്നത്? വകാന ശൈഖുന അബുൽ അബ്ബാസ് ഇബ്നു തൈമിയ്യ, എന്റെ ഉസ്താദായ ഇബ്നു തൈമിയ്യ എന്ന ആളായിരുന്നു. ഇബ്നു ഖയ്യിമുൽ ജൗസി പറയാണ്, എന്റെ ഉസ്താദായ, നമ്മൾ പറയാറുണ്ടല്ലോ ശൈഖുന, ശൈഖുന എന്ന് പറയാറുണ്ടല്ലോ. അത് പറയുമ്പോ അവര് കളിയാക്കും, ശൈഖുന എന്നൊക്കെ പറഞ്ഞിട്ട് കളിയാക്കും. അതാ സ്വന്തം നേതാവ് തന്റെ ഉസ്താദിന് എടുത്തു പറയുന്ന പേര്. കാന ശൈഖുന, ഞങ്ങളുടെ ഗുരുവര്യനായ ഇബ്നു തൈമിയ്യ ആയിരുന്നു. എന്നിട്ടോ അദ്ദേഹം യദ്കുറു പറയുന്ന ആളായിരുന്നു. ഫീ സബബി സുആബതി ശൈഅൻ ബദിആ, തലപ്പാവ് കെട്ടുന്ന ആളുകൾ ആ തലപ്പാവിനിക്കൊരു വാല് വെക്കാറുണ്ടല്ലോ, ആ വാല് വെക്കുന്ന വിഷയത്തിൽ എന്റെ ഉസ്താദായ ഇബ്നു തൈമിയ്യ ഒരു അത്ഭുതകരമായ പോയിന്റ് തന്നെ പറഞ്ഞു തന്നിരുന്നു. ഏതാണ് ആ പോയിന്റ്? വഹുവ, ആ പോയിന്റ് ഏതാണെന്നറിയോ? അന്നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇന്നമത്തഖദഹാ ഖബീഹത്തുൽ മനാമിൽ ലദീ റആഹു ഫിൽ മദീന, മദീനയിലെ ഒരു രാത്രിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു സ്വപ്നം കണ്ടു. ആ സ്വപ്നം കണ്ടതിന്റെ പുലർച്ചയിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ തലപ്പാവിന് വാല് വെക്കുന്നത്. ഇപ്പം പറഞ്ഞതെന്താ? നാട്ടാചാരം എന്നുള്ള നിലക്കാ ചെയ്തത്. തല കറക്കലേ. അന്നത്തെ ആളുകൾ ഈത്തപ്പഴം തിന്നിരുന്നു, അതുപോലെ കാരക്ക തിന്നിരുന്നു, ഒട്ടകത്തിന്റെ പുറത്ത് സഞ്ചരിച്ചിരുന്നു. അതുപോലെയായിരുന്നു തലപ്പാവ് ധരിച്ചതെന്ന ഈ മനുഷ്യൻ പറഞ്ഞത്. എന്നാ കേട്ടോ, തലപ്പാവ് കെട്ടരുതന്റെ സുന്നത്താണെന്ന് പറയുന്നുണ്ട്. അതിന് പുറമെ അതിന് വാല് വെച്ചത് ഏത് നിലക്കാന്നറിയോ? മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു സ്വപ്നം കണ്ടു. ആ സ്വപ്നം കണ്ട ആ രാത്രിയുടെ പ്രഭാതത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തലപ്പാവ് കെട്ടി വാല് വെക്കുന്നത്.
എന്നിട്ട് പറയുകയാണ്, എന്താണ് വിഷയം, എപ്പോഴാ എന്താ കണ്ടത്? ലമ്മാ റഅ റബ്ബുൽ ഇസ്സത്തി തബാറക വതആല ഫഖാല യാ മുഹമ്മദ് ഫീമ യഖ്തസിമുൽ മലഉൽ അഅല ഫഖുൽതു ലാ അദ്രി ഫവളഅ യദഹു ബൈന കതിഫയ്യ ഫഅലിംതു മാ ബൈന السماء والأرض. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വപ്നത്തിൽ കാണുകയാണ്. ഇബ്നുൽ ഖയ്യിമുൽ ജൗസി എഴുതി വെക്കാണ്, എന്റെ ഉസ്താദ് ഇബ്നു തൈമിയ്യ പറഞ്ഞു തന്ന കാര്യം കേട്ടോളൂ. എന്നിട്ട് എന്താണെന്നറിയോ, റസൂലുള്ളാഹി തങ്ങൾ വാല് വെച്ചിരുന്നത് തന്നെ ആ നാട്ടിൽ ആചാരം കണ്ടിട്ടോ, തലപ്പാവ് കെട്ടിയത് ആ നാട്ടിൽ ആചാരം കണ്ടിട്ടോ അല്ല, സ്വപ്നത്തിലൂടെ അറിയിച്ചു തന്നതനുസരിച്ചാണ്. എന്നിട്ട് അല്ലാഹുവിനെ സ്വപ്നത്തിൽ കാണുന്നു. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് റസൂലുള്ളാഹിനോട് ചോദിക്കാട്, മലക്കുകൾ ഏത് വിഷയത്തിലാണ് തർക്കിക്കുന്നതെന്ന് നിങ്ങൾക്കറിയുമോ നബിയേ? റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞില്ല, അതിനെ എനിക്കറിയില്ല. നബി തങ്ങൾ പറയാണ്, ഫഅലിംതു മാ ബൈന السماء والأرض, ആകാശഭൂമികൾക്കിടയിലുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ വ്യക്തമായറിഞ്ഞു. രണ്ട് തെളിവാവുള്ളത്, ഒന്ന് ഇബ്നു തൈമിയ്യ തന്നെ സമർത്ഥിക്കാൻ റസൂലുള്ളാഹിക്ക് എല്ലാ കാര്യവും അല്ലാഹു അറിയിച്ചു കൊടുത്തിട്ടുണ്ട് എന്ന്. എന്നിട്ട് പരസ്യമായി പറയുന്നെന്താ, റസൂലുള്ളാഹിക്ക് വഴി പറയൂല, മറിഞ്ഞ കാര്യം അറിയൂല. അലൈഹി വസല്ലമക്കോ മറ്റേതെങ്കിലും അമ്പിയാക്കൾക്കോ മറഞ്ഞ കാര്യങ്ങൾ അറിയാനുള്ള കഴിവുണ്ട് എന്ന് ഇസ്ലാം പറഞ്ഞിട്ടില്ല. അലൈഹി വസല്ലമക്കോ മറ്റേതെങ്കിലും അമ്പിയാക്കൾക്കോ മറഞ്ഞ കാര്യങ്ങൾ അറിയാനുള്ള കഴിവുണ്ട് എന്ന് ഇസ്ലാം പറഞ്ഞിട്ടില്ല. ആകാശഭൂമികളിലുള്ള സർവ്വ വസ്തുക്കളും നബി തങ്ങൾക്ക് അറിയും വിധത്തിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പ്രത്യേകമായ അനുഗ്രഹമങ്ങ് ചൊരിയുന്നു. ആ സ്വപ്നം കണ്ടതിന്റെ പ്രഭാതത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തലപ്പാവ് കെട്ടി വാല് വെക്കുന്നതെന്നാണ് ഇബ്നു തൈമിയ്യ തന്റെ ശിഷ്യനായ ഇബ്നു ഖയ്യിമുൽ ജൗസിക്ക് പറഞ്ഞു കൊടുത്തത്. എന്നിട്ട് പറയാണ്, ഈ ഹദീസിനെ കുറിച്ച് ഇമാം തിർമിദി തങ്ങളാണ് ഈ ഹദീസ് പ്രസ്താവിച്ചിട്ടുള്ളത്. പക്ഷേ ഈ ഹദീസിനെ കുറിച്ച് ഇമാം ബുഖാരിയോട് ചോദിച്ചു. ബുഖാരി ഇമാം പറഞ്ഞത് ഫഖാല സ്വഹീഹുൻ, ഈ ഹദീസ് സ്വഹീഹാണ് എന്നും പറഞ്ഞിട്ടുണ്ട്. കുടുങ്ങി, ഇനി ഒന്നും ചെയ്യാൻ വയ്യ. എന്നാൽ നിങ്ങൾ നോക്ക്, എന്റെ ഉസ്താദായി ഇബ്നു തൈമിയ്യ പറഞ്ഞു, ഫമിൻ തിൽക്കൽ ഹാലി അർഖസു ആബത ബൈന കതിഫൈഹി, അന്ന് മുതൽക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ രണ്ട് ചുമലിനിടയിലായി വാലും വെച്ചിരുന്നു. എന്നിട്ട് ഇബ്നു ഖയ്യിമുൽ ജൗസി പറയാണ്, എന്താണിത്? വഹാദാ മിനൽ ഇൽമി, ഇത് കാര്യപ്പെട്ട ഒരു അറിവ് തന്നെയാണ്. അല്ലദീ, എങ്ങനത്തെ അറിവാണ്? തുൻകിറുഹു അൽസിനത്തുൽ ജുഹാൽ, വിവരമില്ലാത്ത ആളുകളുടെ നാവ് നിഷേധിക്കുന്ന കാര്യമാണ്. വഖുലൂബുഹും, അവരുടെ ഹൃദയവും നിഷേധിക്കുന്ന കാര്യമാണ്. വലം അറ ഹാദിഹിൽ ഫായിദത ഫീ ഇസ്ബാതി ദുആബതി ലിഗൈരിഹി, അതേ തലപ്പാവിനിക്ക് വാല് വെക്കാവുന്ന വിഷയത്തിൽ ബഹുമാനപ്പെട്ട എന്റെ ഉസ്താദ് ഇബ്നു തൈമിയ്യ പറഞ്ഞു തന്ന ഈ ഒരു പോയിന്റ് ഞാൻ മറ്റാർക്കും കണ്ടിട്ടില്ല. അപ്പൊ റസൂലുള്ളാഹി തങ്ങൾ തലപ്പാവ് ധരിച്ചിരുന്നു, തൊപ്പി ധരിച്ചിരുന്നു, തലപ്പാവിന് വാലും വെച്ചിരുന്നു. ആരാ പറഞ്ഞത്? ഇബ്നു ഖയ്യിമുൽ ജൗസി. പറയാനുള്ള പോയിന്റ് പറഞ്ഞു കൊടുത്തത് ഇബ്നു തൈമിയ്യ എന്ന് പറയുന്ന ഇബ്നു ഖയ്യിമുൽ ജൗസിയുടെ ഉസ്താദ്. ഇനി നിങ്ങൾ കേട്ടോ. പക്ഷെ നമുക്ക് ഈ വിഷയത്തിലൊന്നും സങ്കടം ഉണ്ടായിരുന്നില്ല. ഇയാൾ പറഞ്ഞല്ലോ, അതിനിക്ക് ഒരു പ്രതിഫലവും കിട്ടില്ല, ഒരു കൂലിയും കിട്ടില്ല, അത് പറയാൻ ഞങ്ങൾ ആളുകളല്ല എന്ന് പറഞ്ഞില്ലേ? എന്നാ നോക്കണം നിങ്ങൾ, ഇവരുടെ നേതാവെന്ന് ഇവര് തന്നെ പരിചയപ്പെടുത്തിയ മറ്റൊരാളാണ് ഷൗക്കാനി. ആ ഷൗക്കാനി പറയുന്നത് നോക്ക്, ഒരു ഹദീസ് റസൂലുള്ളാഹി തങ്ങൾ തലപ്പാവ് ധരിച്ച് വാല് തൂക്കിയിട്ടിരുന്ന ഒരു ഹദീസ് എടുത്തുകൊണ്ട് അയാൾ പ്രസ്താവിക്കുകയാണ്, വൽ ഹദീസോ, നേരത്തെ പറഞ്ഞ ഹദീസ് ഉണ്ടല്ലോ, യദുല്ലു, അതറിയിക്കും അലസ്തിഹ്ബാബി ലബ്സിൽ ഇമാമാ, തലപ്പാവ് ധരിക്കൽ സുന്നത്താണെന്നതിന്റെ പേരിൽ അറിയിക്കുന്നു. ഇനി ഒരു കാര്യം പറയാം,
റസൂലുള്ളാഹി തങ്ങൾ തൊപ്പി ധരിച്ചിട്ടില്ല എന്നല്ലേ ഇയാൾ പറഞ്ഞത്? അപ്പൊ നബി തങ്ങൾ തൊപ്പി ധരിച്ചിട്ടില്ല എന്നതുകൊണ്ട് അതൊരാൾ ചെയ്യുമ്പോൾ ബിദ്അത്താവുമല്ലോ അല്ലെ? നബി തങ്ങൾ ചെയ്യാത്തൊരു കാര്യം ചെയ്താൽ അത് ബിദ്അത്താണെന്നാണല്ലോ ഇവരുടെ ഭാഷ. അതുകൊണ്ട് തന്നെ അവർ ഓതാറുണ്ട് എന്ത്? കുല്ലു ബിദ്അത്തിൻ വലാല, എല്ലാ ബിദ്അത്തും പേച്ചതാണ്. വകുല്ലു വലാലത്തിൻ ഫിന്നാർ, എല്ലാ പേവും പോയി ചാടുന്നത് എവിടെയാണ്? നരകത്തിലാണ് അല്ലെ? നബിതങ്ങൾ ചെയ്യാത്ത ഒരു കാര്യം ചെയ്യുന്നത് ബിദ്അത്താണ്, ബിദ്അത്ത് വലാലത്താണ്, അത് നരകത്തിലാണെന്നല്ലേ പറഞ്ഞത്? എന്നാൽ ബിദ്അത്ത് ചെയ്ത ആളുകൾക്ക് കാണുന്നത് മഹാനായ പ്രവാചകൻ ഒരിക്കൽ പോലും തൊപ്പി ധരിച്ചിട്ടില്ല. മഹാനായ പ്രവാചകൻ ഒരിക്കൽ പോലും തൊപ്പി ധരിച്ചിട്ടില്ല. ജനങ്ങൾ കാണട്ടെ അയാളെ. നിങ്ങൾ നോക്കണം, റസൂലുള്ള തൊപ്പി ധരിച്ചിട്ടില്ലെങ്കിൽ നബിതങ്ങളുടെ ആദർശം പഠിപ്പിക്കാൻ വേണ്ടി ജനങ്ങളിലേക്ക് ഇറങ്ങിത്തിരിക്കുന്ന ആളുകൾ നബിതങ്ങൾ പഠിപ്പിച്ചതുപോലെ ചെയ്യണ്ടേ മുസ്ലിമീകളെ? സക്കരിയ സ്വലാഹിയാണ് തൊപ്പി ധരിച്ചു നിൽക്കുന്നത്. പക്ഷെ ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്, 2000 ഇസ്ലാഹ് വാസികളിൽ എഴുതി വെച്ചിരിക്കുന്നത് എന്താണെന്നറിയുമോ? തലമറക്കൽ പൗരോഹിത്യത്തിന്റെ ലക്ഷണമാണ്. ഇസ്ലാഹ് മാസികയിലാ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പൊ ഒരു പാവപ്പെട്ട ഒരാള് അടുത്ത് വായിക്കാട്, പടച്ചോനെ തലമറക്കൽ പൗരോഹിത്യത്തിന്റെ ലക്ഷണമാണ്. സുബ്ഹാനല്ലാഹ്, ആരാപ്പ ഈ പ്രസംഗിക്കുന്നത്? ഞങ്ങൾ നേതാവാണല്ലോ സക്കരിയ സ്വലാഹി, ആദ്യത്തെ പുരോഹിതന്മാരിൽപ്പെട്ട ഒരു നേതാവ്, ഞങ്ങളെ നേതാവല്ലേണോ എന്ന് ജനങ്ങൾ ധരിക്കില്ലേ? ഈ നിലയ്ക്ക് വൈരുദ്ധ്യം പറയേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? ജീവിതത്തിൽ വൈരുദ്ധ്യം പറയേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? ജീവിതത്തിൽ വൈരുദ്ധ്യം വരേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ച ആദർശത്തിൽ നിന്ന് മാറിയപ്പോൾ, സഹാബത്ത് പഠിപ്പിച്ച ആദർശത്തിൽ നിന്ന് മാറിയപ്പോൾ, 1920 ശേഷം പുതിയ ആദർശം കെട്ടിയുണ്ടാക്കാമെന്ന് ശ്രമിച്ചപ്പോൾ ജീവിതത്തിൽ വൈരുദ്ധ്യം തന്നെ. ഇനി കേട്ടോ മറ്റൊരു ഭാഗം എന്താണത്? സാധാരണ നമ്മുടെ വീടുകളിലൊക്കെ നടക്കാറുള്ളതാണല്ലോ, ഒരാൾ മരിച്ചാൽ എന്തു ചെയ്യും നമ്മള്? മരിച്ച വീട്ടിൽ എന്താ ചെയ്യാറുള്ളത്? ഖുർആൻ ഓതും അല്ലേ? ഏതായാലും മയ്യത്ത് കൊണ്ടുപോവുകയാണ്, എന്തെങ്കിലും കൂലി നമുക്ക് ചെയ്തു കൊടുക്കാനുള്ളത്. ജീവനുള്ള കാലത്താണെങ്കിൽ നമ്മൾ ചെയ്തു കൊടുക്കും. എന്താ ചെയ്തു കൊടുക്കുക? അയാളുടെ ജീവിതത്തിൽ വല്ല പ്രയാസങ്ങളുണ്ടെങ്കിൽ പണം കൊടുത്തിട്ടോ സ്ഥലം കൊടുത്തിട്ടോ മറ്റെന്തെങ്കിലും സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്ത് നമ്മൾ അദ്ദേഹത്തിലേക്ക് വേണ്ട സഹായങ്ങളും സഹകരണങ്ങളും ചെയ്തു കൊടുക്കും. മരിച്ചതിന് ശേഷം പൈസ കൊടുത്തിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ എന്ത് വേണം? ആഖിറത്തിലേക്കുള്ള വല്ല സമ്പാദ്യങ്ങളും ഉണ്ടാക്കാനുള്ള മാർഗം ചെയ്തു കൊടുത്തു. അപ്പൊ അതിനുവേണ്ടി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, യാസീനോദൽ കൊണ്ട് മരിച്ച മയ്യത്തിന് വലിയ ഉപകാരം കിട്ടുന്നു. അതുപോലെ തന്നെ സ്വഹാബികൾ അവരിൽപ്പെട്ട ആരെങ്കിലും മരിച്ചാൽ അവർ 7ഓളം ദിവസം ഖബറിന്റെ സമീപത്ത് ചെന്ന് പരിശുദ്ധ ഖുർആൻ ഓതാറുണ്ടായിരുന്നു എന്ന് മഹാന്മാരായ ഇമാമികൾ പറയലോടൊപ്പം ഇവരുടെ നേതാവ് ഇബ്നു ഖയ്യിമുൽ ജൗസി തന്നെ തന്റെ അർ-റൂഹ് എന്ന ഗ്രന്ഥത്തിലും സൂചിപ്പിച്ചിട്ടുണ്ട്. ചുരുക്കത്തിൽ ഇതൊക്കെ ചെയ്യുന്ന ഈ സുന്നികൾ അവരെ സംബന്ധിച്ച് ഇവർ പറയാൻ തുടങ്ങി, നിങ്ങൾ ഈ മരിച്ച മയ്യത്തിനുണ്ടല്ലോ ഖുർആൻ ഓതുന്നത്, പക്ഷെ അത് ഓതിയിട്ട് കാര്യമില്ല. എന്തേ പ്രശ്നം എന്ന് വെച്ചു? അങ്ങോട്ട് എത്തൂല. അതന്നെ, നിങ്ങൾ വെറുതെ ഓതാന്നല്ലാതെ മരിച്ച മയ്യത്തിന് അങ്ങോട്ട് എത്തൂല. പോസ്റ്റ് ചെയ്താലേ നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്ത് എത്തൂല. കുടുങ്ങിയില്ലേ? മഹാന്മാരായ സ്വാലിഹികൾ പറഞ്ഞു ഇത് ശരിയല്ല. നമ്മുടെ പണ്ഡിതന്മാർ പറഞ്ഞു അത് ഒരിക്കലും ശരിയല്ല. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ആദർശമാണ്, അതുപോലെ സ്വഹാബത്ത് പഠിപ്പിച്ച ആദർശമാണ്. ഈ ആദർശത്തിൽ നിന്ന് ഒരിക്കലും മാറി നിൽക്കാൻ ഞങ്ങൾ സന്നദ്ധരല്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസിൽ തന്നെ ഉണ്ട്, വഫീ റിവായത്തിൻ സ്വഹീഹത്തിൻ അയ്വൻ, നേരത്തെ ഒരു സ്വഹീഹായ ഹദീസ് ഉദ്ധരിക്കുന്നു, അതുപോലെ ഈ ഹദീസിലും ഉണ്ട്, ഈ സ്വഹീഹായ ഹദീസിലുമുണ്ട് എന്ത്? യാസീൻ ഖൽബുൽ ഖുർആൻ. യാസീൻ എന്ന് പറയുന്നത് പരിശുദ്ധ ഖുർആനിന്റെ ഹാർട്ടാണ്, പരിശുദ്ധ ഖുർആനിന്റെ ഹൃദയമാണ്. ലാ യഖറഉഹാ അബ്ദുൻ യുരീദു ദാറൽ ആഖിറ, ആഖിറത്തെ ഉദ്ദേശിച്ചുകൊണ്ട് ഒരു അടിമയും ഇതിനെ പാരായണം ചെയ്യുകയില്ല. എങ്ങനെയല്ലാതെ ഇല്ല വഫറല്ലാഹു ലഹു, അവനിക്ക് അല്ലാഹു പുറത്തു കൊടുത്തിട്ടല്ലാതെ മാ തഖദ്ദമ മിൻ ദംബിഹി, തന്റെ ദോഷത്തിൽ നിന്ന് കഴിഞ്ഞുപോയ ദോഷം അല്ലാഹു അവനിക്ക് പുറത്തു കൊടുക്കും. ആഖിറം ഉദ്ദേശിച്ചുകൊണ്ട് വല്ലവരും യാസീൻ സൂറത്ത് ഓതിയാൽ അവർക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മുൻകഴിഞ്ഞ പാപങ്ങൾ പുറത്തു കൊടുക്കും. റസൂലുള്ളാഹി പറയാണ്, അതുകൊണ്ട് ഫഖറഊഹാ അലാ മൗതാകും, ആ യാസീൻ സൂറത്ത് തന്നെ നിങ്ങളിൽ മരിച്ചവരുടെ പേരിലും നിങ്ങൾ ഓതൂ.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഇത് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ് സ്വഹാബികളായ ആളുകളും പരിശുദ്ധ ഖുർആൻ ഓതാൻ തുടങ്ങിയത്. അങ്ങനെ അവര് ഖുർആൻ ഓതി എന്ന് മാത്രമല്ല, പഴയ കാലം മുതൽക്കേ ഉള്ള സംഗതിയാണ്. മഹാന്മാരായ സ്വാലിഹീങ്ങൾ പറയാണ്, വഅന്നൽ മുസ്ലിമീന മാ സാലു ഫീ കുല്ലി മിസ്രിൻ വഅസ്രിൻ യജ്തമിഊന വയഖറഊന ലിമൗതാഹും മിൻ ഗൈരി നകീർ. മുസ്ലിം ലോകം എല്ലാ ഗ്രാമങ്ങളിലും എല്ലാ കാലഘട്ടങ്ങളിലും അവർ ഒരുമിച്ച് കൂടി മരിച്ചവർക്ക് വേണ്ടി ഖുർആൻ ഓതുന്ന സ്വഭാവമുണ്ടായിരുന്നു. ഒരാളും അതിനെതിരെ വിമർശിക്കാറുണ്ടായിരുന്നില്ല. ഫകാന ദാലിക ഇജ്മാഅ, അത് ഇസ്ലാമിൽ സ്ഥിരപ്പെട്ട ഇജ്മാ എന്ന അടിസ്ഥാനം കൊണ്ട് സ്ഥിരപ്പെട്ട കാര്യമാണ്. ഇജ്മാ ഉള്ള ഒരു കാര്യത്തെ വിമർശിക്കുന്നത് ഹറാമാണ്. ഇമാം സുബിക്ക് റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഇവർ പറഞ്ഞു ഖുർആൻ ഓതാൻ പാടില്ല. ഈ ഓതിയ മനുഷ്യന് വല്ല ഉപകാരം കിട്ടുമോ ഖുർആൻ ഓതിയാൽ? അത് കിട്ടുന്ന എന്നാ വേം പൊയ്ക്കോ, ഓൻ അവിടെ ഓതിക്കോട്ടെ. മരിച്ച മയ്യത്തിന് കിട്ടൂലെന്നല്ല ഇപ്പൊ എന്റെ ഭാഷ. എന്റെ ഭാഷയിൽ മരിച്ച മയ്യത്തിന് കിട്ടൂലെന്നുള്ള സാക്ഷ്യല്ലേ ഉള്ളത്. എങ്കിൽ അങ്ങോട്ട് കിട്ടണ്ട. എന്നാലും ഓരോ ആൾക്ക് കിട്ടൂലേ? അത് കിട്ടും. എങ്കിൽ അയാൾ ഓതിക്കോട്ടെ, നീ ഇങ്ങോട്ട് പൊരിയുന്നു. അപ്പൊ നമ്മുടെ അടിസ്ഥാന നിയമം അവിടെ നടന്നു. ഒന്ന്, അയാൾക്ക് കൂലി കിട്ടലോടൊപ്പോ മരിച്ച മയ്യത്തിനും കൂലി കിട്ടുക എന്ന നിയമം അവിടെ നടന്നു. അയാൾ അതിൽ നിന്ന് ഉത്തരം മുട്ടിച്ച് അയാളുടെ അബദ്ധജടിലമായ വാദം തനിക്ക് തന്നെ ബോധ്യപ്പെടും കോലത്തിൽ അയാൾ അങ്ങ് വിവരിച്ചു കൊടുത്തു. ഇതാണ് ബുദ്ധിയുള്ള ആളുകൾ അഹ്ലുസുന്നത്തി വൽ ജമാഅ വിട്ടുപോകൂല. കാര്യം മനസ്സിലായാൽ പിന്നെ ഈ സുന്നത്തി ജമാഅത്ത് എന്ന പഴയ ആദർശത്തിലേക്ക് തന്നെ വരും. നിങ്ങൾ ആലോചിച്ച് നോക്ക്, സ്വന്തം ബാപ്പയും ഉമ്മയും അതുപോലെ വല്ലിപ്പമാരും വല്യമ്മമാരും ഒക്കെ കാഫിറുകളും മുശ്രിക്കുകളുമായി മരിച്ചുപോയി, ഞാനാണിപ്പോ ഒരു സ്വർഗത്തിലേക്ക് കടക്കാൻ പറ്റിയ ആള് എന്നൊരു ചെറിയ പയ്യന് തോന്നുന്നത് എന്തുമാത്രം അബദ്ധമാണെന്റെ മുസ്ലിമീങ്ങളെ. ഈ നിലക്കൊരു ഇസ്ലാമുണ്ടോ ലോകത്ത്? എന്നാ കേട്ടോ, ഈ മൗലവിമാര് അങ്ങനെ ജനങ്ങളിൽ ഐക്യത്തോടെ നടന്നിരുന്ന വിഷയങ്ങളൊക്കെ മാറ്റി മരിച്ചോടത്തും പ്രശ്നം ഉണ്ടാക്കി. മരിച്ച മയ്യത്തിനെ കട്ടിൽ വെച്ചതിന് ശേഷം ഉസ്താദുമാര് വന്നിട്ട് അല്ലെങ്കിൽ വിവരമുള്ള ആളുകൾ വന്നിട്ട് അവിടെ വെച്ച് ദുആ ചെയ്യും. അപ്പൊ ഇവര് പറഞ്ഞു, ദുആ ചെയ്യാൻ പാടില്ല, കാരണം അതുകൊണ്ടൊന്നും കാര്യമില്ല, പെട്ടെന്ന് മയ്യത്ത് ചൂടാറുന്നതിന് മുമ്പ് എടുത്തു കൊണ്ടുപോകണം എന്ന് പറഞ്ഞു. പെട്ടെന്ന് കൊണ്ടുപോകണം, ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ കൊണ്ടുപോകുന്ന സമയത്ത് എല്ലാവരും ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാതെ മിണ്ടാൻ പാടില്ല. ഒന്നും സംസാരിക്കരുത്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒന്നും ചൊല്ലാൻ പാടില്ല, മിണ്ടാതെ പോവുക. എന്നാൽ മറ്റെന്തെങ്കിലും വിഷയങ്ങൾ സംസാരിക്കാൻ പറ്റും, അതൊക്കെ സംസാരിക്കുന്നതിന് വിരോധമില്ല. ഫോൺ വന്നാൽ അതെടുക്കാം, അതിന് വിരോധമില്ല. തമാശ പറയാം, ദിക്റ് ചൊല്ലാൻ പറ്റൂല. നമ്മൾ പറഞ്ഞു ശരിയല്ല, ഇതെല്ലാം ആദർശത്തിന്റെ തെറ്റാണ്. കാരണം അബൂ സലമ റളിയല്ലാഹു അൻഹു മരിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂ സലമ തങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്തിട്ടുണ്ട്. മയ്യത്ത് കട്ടിൽ വെച്ച് തന്നെ ദുആ ചെയ്തിട്ടുണ്ട്. അത് സ്വഹീഹായ ഹദീസിൽ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ മൗലവിമാര് കുടുങ്ങി. ബുദ്ധിയുള്ള ചെറുപ്പക്കാരുണ്ടല്ലോ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മുജാഹിദിൽ പെട്ടുപോയ പാവപ്പെട്ട പ്രവർത്തകർക്ക് തന്റെ ഇടവും വിവേകവും കൊടുക്കട്ടെ. അങ്ങനെ കൊടുക്കപ്പെട്ട ആളുകൾ അവര് നേരെ വന്ന് ചോദിക്കാൻ തുടങ്ങി, അല്ല ഇങ്ങനെ ഹദീസുണ്ടെന്ന് ഉസ്താദുമാര് പ്രസംഗിക്കുന്നത് കേട്ടല്ലോ. ഇത് പറഞ്ഞപ്പോ കുടുങ്ങിപ്പോയി, സമ്മതിക്കാതെ നിവൃത്തിയില്ല. നാദാപുരം എന്ന് പറയുന്ന സ്ഥലത്ത് പേരോട് ഉസ്താദുമായുള്ള ഖണ്ഡന പ്രസംഗത്തിൽ നമ്മുടെ ഹുസൈൻ സലഫി സമ്മതിക്കുന്ന ഒരു ഭാഗ്യം കേട്ടോ നിങ്ങള്. മയ്യത്തിന്റെ അടുക്ക ചെന്നാലും എന്താ വേണ്ടത്? പ്രാർത്ഥിക്കുക. മയ്യത്തിനെ കാണുമ്പോ നമ്മൾ വെറുതെ മയ്യത്ത് കണ്ടു പോരലല്ല സുന്നത്തുള്ളത്. മയ്യത്ത് കണ്ടു പോരലിൽ ഒരു വലിയ പുണ്യമൊന്നുമില്ല സുഹൃത്തുക്കളെ. ജനാസയുടെ അരികിൽ നമ്മൾ ഹാജരാകുമ്പോ ചെയ്യേണ്ടത്, അല്ലാഹുവിന്റെ റസൂലദാ അബൂ സലമത്ത് റളിയല്ലാഹു തആല അൻഹു വഫാത്തായപ്പോ റസൂലുള്ളാഹി അബൂ സലമത്തിന്റെ അരികിലേക്ക് പ്രവേശിച്ചിട്ട് അബൂ സലമത്ത് റളിയല്ലാഹു തആല അൻഹുവിന് വേണ്ടി ദുആ ചെയ്ത സംഭവം നമുക്ക് സ്വഹീഹായ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം. അല്ലാഹുമ്മ ഗ്ഫിർ ലി അബീ സലമത വർഫഅ ദറജതഹു ഫിൽ മഹ്ദിയീൻ എന്ന് തുടങ്ങിയിട്ട് കുറെ അങ്ങ് പ്രാർത്ഥിച്ചിട്ട് വഫ്തഹ് ലഹു ഫീ ഖബരിഹി വനവ്വിർ ലഹു ഫീഹി, അദ്ദേഹത്തിന്റെ ഖബറിൽ നീ വിശാലമാക്കി കൊടുക്കണേ, അദ്ദേഹത്തിന്റെ ഖബറിൽ നീ പ്രകാശം ചൊരിയണേ.
അബൂസലമത്തിന്റെ ദറജ നീ ഏറ്റിക്കൊടുക്കണേ, അബൂസലമത്തിന് പുറത്തു കൊടുക്കണേ എന്നിങ്ങനെ അബൂസലമത്ത് റളിയല്ലാഹു തആല അൻഹു വഫാത്തായപ്പോ അല്ലാഹുവിന്റെ റസൂൽ ആ മയ്യിത്തിന് വേണ്ടി ദുആ ചെയ്യുന്നു. ഇതല്ലേ റസൂൽ പഠിപ്പിച്ചത്? രോഗിയുടെ അരികിൽ ഹാജരായാലും ദുആ ചെയ്യണം, മയ്യിത്തിന്റെ അരികിൽ ഹാജരായാലും ദുആ ചെയ്യണം. കാരണം ആ രണ്ടു നേരത്തും നമുക്ക് ദുആ ചെയ്യുമ്പോ ആമീൻ പറയാൻ നമ്മൾ കാണാത്ത മലക്കുകളുണ്ടേ, നമ്മൾ കാണാത്ത മലക്കുകളുണ്ടേ മുഅ്മിനീങ്ങളെ. തിരിഞ്ഞില്ലേ? ഈ കാണാത്ത മലക്കുകളെ കണ്ടെത്തിയോ ഇപ്പോൾ? അവരോട് ആ സംശയം തീർത്തോ? അപ്പൊ ഞാൻ പറയുന്നു, ഇനി ആ ഒരാശയമുള്ള ആളുകൾ അതിൽ നിന്ന് രാജിവെക്കണം. ഇതെന്തിനാ പറയുന്നതെന്നറിയോ? സ്വന്തം നേതാക്കളെ കൊണ്ട് നമ്മുടെ ഉസ്താദുമാര് ഉത്തരം മുട്ടിച്ച് അവരെ കൊണ്ട് പറയിപ്പിക്കുകയാണ് ജനങ്ങൾ നന്നാകട്ടെ എന്ന ലക്ഷ്യമാണ്. അങ്ങനെ പറയിപ്പിച്ച ഒരുപാട് ഭാഗങ്ങളുണ്ട്. പഴയ ആദർശത്തിൽ നിന്ന് മാറ്റി ചിന്തിച്ച് ഒരാൾ ഒന്ന് പറയും, മറ്റയാൾ വേറൊന്ന് പറയും. അത് കേൾപ്പിക്കപ്പോ അയാൾ ഒരു നിലപാടിലാണ്, എന്നാൽ മറ്റയാൾ ആ നിലപാടിൽ നിന്ന് മാറിയിട്ടുണ്ട് വേറെ സ്ഥലത്ത് കുടിഞ്ഞപ്പോ. ഈ സാഹചര്യങ്ങളും ഇൻഷാഅല്ലാഹ് കാണാൻ കഴിയും. പിന്നെ മരിച്ച മയ്യത്തിന് വേണ്ടി ദുആ ചെയ്യാം. അബൂസലമത്ത് റളിയല്ലാഹു അൻഹു വഫാത്തായ സമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്ന് ദുആ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ നിങ്ങൾ കേട്ടല്ലോ. അപ്പൊ ആ പ്രശ്നം തീർന്നു. ഇനി രണ്ടാമത്തെ പ്രശ്നം എന്താണെന്നറിയോ? ഖുർആൻ ഓതാൻ പറ്റുമോ, ദിക്ർ ചെല്ലാൻ പറ്റുമോ എന്നുള്ളതാ. എന്നാൽ അതൊരു മൗലവി അറിയാതെ അങ്ങ് പറഞ്ഞു കൊടുത്തു. അതാ രസം. അങ്ങനെ ഉണ്ടല്ലോ പ്രസംഗത്തിലെ കുടുങ്ങുമ്പോ അങ്ങനെയാണല്ലോ, അറിയാതെ പറഞ്ഞിട്ട് വല്ലാണ്ട് രക്ഷപ്പെടും. ആ ഒരു ഭാഗം കേട്ടോ. അത് എന്തിനു വേണ്ടിയാണെന്നറിയോ? ഇനി ആ വിഷയത്തിൽ ഒരു വ്യക്തിക്കും സംശയം ഉണ്ടാവരുത്. അങ്ങനെ നിങ്ങളുടെ നേതാക്കൾ തന്നെ ഒരു സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പറയാനും ചോദിക്കാനുമുള്ള സ്ഥൈര്യവും മനക്കരുത്തും ഉണ്ടാകണം. എന്നാൽ ഇപ്പോഴും പ്രസംഗിച്ചെടുക്കാണ് മറ്റൊരു വിഭാഗം. അങ്ങനെയില്ല, പരിശുദ്ധ ഖുർആനിൽ അങ്ങനെ തെളിവില്ല. മറിച്ച് ഖുർആൻ തന്നെ പറയുന്നത് ഓതാൻ പാടില്ലെന്നാണ്. എന്നിട്ട് ഖുർആനിലുണ്ടോ തെളിവ്? തെളിവ് വായിക്കുമ്പോൾ തെളിവ് ഒരു ഭാഗത്തേക്ക് പോകുന്നു, ആദർശം മറ്റൊരു ഭാഗത്ത് നിൽക്കുന്നു. ഈ നിലയ്ക്ക് കബളിപ്പിക്കുകയാണ്. എന്നാൽ ഹുസൈൻ പന്നിപ്പാറ എന്ന് പറയുന്ന ഒരു മൗലവിയുണ്ട്. ഞാൻ അയാളെ പന്നിന്ന് വിളിച്ചു എന്ന് പറയണ്ടെങ്കിൽ അയാളെ നാടിന്റെ പേരല്ല പന്നിപ്പാറ എന്നാ. പിന്നെ ഇന്റെ പേരിൽ തിരിയാൻ നിൽക്കണ്ട എന്നാ അയാൾ പറയുന്നത് കേട്ടു. മയ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പ്രവാചകന് പഠിപ്പിച്ച സ്വഹിയായ ഹദീസുണ്ട്. പിന്നെന്താ ചെയ്യേണ്ടത്? പിന്നെ അവിടെ ഇരിക്കുക. അവിടെ ഇരുന്നിട്ട് നിങ്ങൾക്ക് പതുക്കെ ദിക്റുകെല്ലാം പ്രാർത്ഥിക്കാം, ഖുർആൻ ഓതും കുഴപ്പമൊന്നുമില്ല. അവിടെ ഇരുന്നിട്ട് നിങ്ങൾക്ക് പതുക്കെ ദിക്റുകെല്ലാം പ്രാർത്ഥിക്കാം, ഖുർആൻ ഓതും കുഴപ്പമൊന്നുമില്ല. മരണപ്പെട്ടാലേ അവിടെ മയ്യത്ത് ചൂടാറുന്നതിനെ മുമ്പ് കുളിപ്പിക്കാൻ എടുക്കണം എന്നാണ് നബി പഠിപ്പിച്ചത്. അപ്പൊ ഇരിക്കാം, പ്രാർത്ഥിക്കാം, ദിക്ർ ചൊല്ലാം, ഖുർആൻ ഓതാം, ഒരു കുഴപ്പമില്ല. ചൂടാറുന്നതിന് മുമ്പ് മയ്യത്ത് അവിടെ എത്തിച്ചു കൊടുക്കണമെന്നാണ് റസൂൽ പഠിപ്പിച്ചിട്ടുള്ളത്. ഓക്കെ, റെഡി. അപ്പൊ ആ കാര്യം പ്രത്യേകം മനസ്സിലാക്കണം. എന്നിട്ട് ഇനി ഇവിടെ ഈ അടുത്തൊക്കെ വന്ന ആളാണല്ലോ ഇയാള്. ഇയാളോട് നിങ്ങൾ ചോദിച്ചു നോക്കണം, ഈ ആദർശം നിങ്ങൾ പറഞ്ഞത് ശരിയാണോ? യഥാർത്ഥ മുജാഹിദിന്റെ വിശ്വാസമാണോ ഇത്? എങ്കിൽ നിങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടായി ഇത് തുറന്നു പറയൂ. എല്ലാ നാട്ടിലും മുമ്പുണ്ടായിരുന്ന പഴയ പാരമ്പര്യത്തിൽ നിന്ന് ജനങ്ങളെ നിങ്ങൾ അകറ്റി ഭിന്നത സൃഷ്ടിച്ചതിൽ നിന്ന് ജനങ്ങളൊന്ന് മാറി ഐക്യത്തിലേക്ക് വരട്ടെ. അതുകൊണ്ട് നിങ്ങൾ എല്ലാ സ്ഥലത്തും അതൊന്ന് പ്രഖ്യാപിക്കൂ. ഏതോ നാട്ടിൽ പോയി പ്രസംഗിച്ചാൽ നിങ്ങൾ കേട്ടപ്പോ തിരിഞ്ഞില്ല, ബോർഡ് കണ്ടപ്പോൾ തിരിച്ചല്ല കേട്ടു നാടേതാന്നുള്ളത്. എന്നാൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, പല സ്ഥലങ്ങളിലും കുടുങ്ങുമ്പോൾ ആദർശം തുറന്നു പറയും. കാരണം അവിടെ ചിലപ്പോൾ മറ്റേക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടി കിട്ടും. അങ്ങനത്തെ സ്ഥലമായിരിക്കും. കാരണം ആ പഴയ നിലപാട് തന്നെ സ്വീകരിച്ചു വരുന്ന നാടുകളുണ്ട്. അവരൊക്കെ കാഫിറുകളും മുശ്രിക്കുകളുമാണെന്ന് പറഞ്ഞാൽ ഒരിക്കലും ഈമാനുള്ള മുസ്ലിമിനെ അംഗീകരിക്കാൻ സാധ്യമല്ല. ഇനി നിങ്ങൾ കേട്ടോ, നമ്മൾ പറഞ്ഞല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറിഞ്ഞ കാര്യം പറയുന്ന ആളാണ് അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇന്നലത്തെ പ്രസംഗം കേട്ട ആളുകൾക്കറിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ ജീവിതകാലത്ത് മറിഞ്ഞ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അത് പറയാനുള്ള കഴിവ് അല്ലാഹു കൊടുത്തിട്ടുണ്ട്. ഇമാം നബവി റളിയല്ലാഹു അൻഹു തന്റെ ഫതാവയിൽ വരെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സ്വന്തമായ കഴിവുണ്ട് എന്ന് വിശ്വസിക്കുമ്പോഴാ തെറ്റാകുന്നത്. ആ ഒരു കഴിവ് അല്ലാഹുവിന് മാത്രമാണ്. പക്ഷേ അല്ലാഹുവിന്റെ പ്രത്യേകമായ കഴിവ് അത് മുഖേന മഹാന്മാരായ പ്രവാചകന്മാർക്കും ഔലിയാക്കൾക്കും മറഞ്ഞ കാര്യം അറിയാനും പറയാനും കാണാനും ഒക്കെ സാധിക്കുന്നതാണ്. ഇതാണ് സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസം. അതുകൊണ്ട് തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉഹദ് പർവ്വതത്തിന്റെ മുകളിൽ കയറിയ സമയം ഉഹദ് പർവ്വതം കിടിലം കൊണ്ടില്ലേ? ആ സമയത്ത് നബി തങ്ങൾ പറഞ്ഞത് എന്താണ്? ഉസ്ബുത് ഉഹദേ, അടങ്ങിക്കോ, ഇന്നമാ അലൈക നബിയ്യുൻ, നിന്റെ മേൽ കയറി നിൽക്കുന്നത് ഒന്ന് നബിയാണ്, വസ്ദീഖുൻ, മറ്റൊന്ന് സുദ്ദീഖാൻ, വശഹീദാൻ,
പിൽക്കാലത്ത് രക്തസാക്ഷികളാകാനുള്ള രണ്ട് മഹാന്മാരുമാണ് കേട്ടോ. ആരായിരുന്നു അവര്? സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ, സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. ഇവരെന്താളും പിൽക്കാലത്ത് എങ്ങനെ വഫാത്താകുമെന്ന് വരെ നേരത്തെ മനസ്സിലാക്കി പ്രവചിക്കാൻ കഴിവ് അല്ലാഹു കൊടുത്ത പ്രഗൽഭനായ വ്യക്തിത്വമാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി. പക്ഷേ ഇവർ പറഞ്ഞു അങ്ങനൊന്നും ശരിയല്ല, അതൊന്നും നബി തങ്ങൾക്കില്ല. ഇന്നലെ നമ്മൾ വായിച്ചില്ലേ ശബാബിലും മറ്റുമൊക്കെ എഴുതി വെച്ചത് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സാധാരണക്കാരൻ തന്നെയാണ്, സാധാരണക്കാരന്റെ കേൾവിയും കാഴ്ചയും മാത്രമാണ് നബി തങ്ങൾക്കുള്ളത്. അങ്ങനെ മറിഞ്ഞ കാര്യം മനസ്സിലാക്കാനുള്ള പ്രത്യേക കേൾവിയോ കാഴ്ചയോ ഒന്നും ഇല്ല, സാധാരണക്കാരനെ പോലെ തന്നെയാണ് എന്ന് വിശ്വസിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്തിരുന്ന ആ പ്രത്യേകമായ ആധാരങ്ങളിൽ നിന്ന് ഈ സമൂഹത്തെ രക്ഷപ്പെടുത്താൻ നമ്മുടെ പണ്ഡിത ലോകം കഠിനാധ്വാനം ചെയ്ത് പ്രസംഗിച്ചു. സത്യം ജനങ്ങൾക്ക് അങ്ങ് ബോധ്യപ്പെട്ടു എന്ന് മനസ്സിലാക്കിയപ്പോൾ ഹുസൈൻ സലഫി തന്നെ ആ കാര്യം തുറന്നു പറയുന്നു. മറ്റൊരു കാര്യം മൂടി വെക്കുന്നുണ്ട്, അത് മറ്റൊരു മൗലവി തുറന്നു പറയും. ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ജീവിതത്തിൽ അവിടുന്ന് തന്നെ കുറെ മറിഞ്ഞ കാര്യങ്ങൾ പറഞ്ഞു തന്നില്ലേ? പറഞ്ഞു തന്നു. അലൈഹി വസല്ലമക്കോ മറ്റേതെങ്കിലും അമ്പിയാക്കൾക്കോ മറഞ്ഞ കാര്യങ്ങൾ അറിയാനുള്ള കഴിവുണ്ട് എന്ന് ഇസ്ലാം പറഞ്ഞിട്ടില്ല. ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ജീവിതത്തിൽ അവിടുന്ന് തന്നെ കുറെ മറിഞ്ഞ കാര്യങ്ങൾ പറഞ്ഞു തന്നില്ലേ? പറഞ്ഞു തന്നു. അതെവിടുന്നാ കിട്ടിയത്? അള്ളാഹുവിന്റെ വഹി കിട്ടുമ്പോ ആരല്ല പറഞ്ഞിട്ടുണ്ട്. ആ ഒരു കാര്യത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പ്രവാചകന്മാർക്ക് മാത്രം അറിയിച്ചു കൊടുക്കുന്ന ചില കാര്യങ്ങളിൽ വേറെ മഹാന്മാരെയൊന്നും ഉൾക്കൊള്ളിക്കാറില്ല. ഇവിടെ ഔലിയാക്കന്മാരായ ആൾക്കാർക്ക് കൈപറിയുമെന്നാണല്ലോ ഇപ്പൊ ഇന്നത്തെ ചർച്ചക്കാരൻ. ഇന്ന് അമ്പിയാക്കൾ ആരുമില്ല. ഇന്ന് ഔലിയാക്കന്മാരായ ആളുകൾക്ക് മറഞ്ഞ കാര്യങ്ങൾ അറിയാനും പറയാനും കാണാനും മനസ്സിലാക്കാനും ഒക്കെ സാധിക്കുമെന്ന വിശ്വാസമാണല്ലോ ഇന്ന് നിലവിലുള്ളത്. എങ്കിൽ അതിന് ഖുർആനിൽ വല്ല തെളിവുണ്ടോ? ഖുർആനിൽ പറയുന്നത് അള്ളയാണ് മറഞ്ഞ കാര്യം അറിവുള്ളവൻ. എന്നാൽ അള്ളാഹു ഉദ്ദേശിക്കുന്ന ചില കാര്യങ്ങൾ ചില പ്രവാചകന്മാർക്ക് അള്ളാഹു തആല അറിയിച്ചു കൊടുക്കും. പ്രവാചകന്മാർക്ക് നല്ല പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അതിൽ മനുഷ്യരിൽപ്പെട്ട ദൂതന്മാരും മലക്കുകളിൽപ്പെട്ട ദൂതന്മാരും കൊടുക്കും. മലക്കുകളിലും റസൂലുണ്ട്, മനുഷ്യരിലും റസൂലുണ്ട്. ഇവർക്ക് അള്ളാഹു തആല ചില കാര്യങ്ങൾ അറിയിച്ചു കൊടുക്കും എന്നല്ലാതെ വേറെ ആരും അതിൽ പെടുകയില്ല. യാതൊരു സംശയമില്ല ആ വിഷയത്തിൽ. അതാണ് യാതൊരു സംശയമില്ലല്ലോ. എന്നാൽ ഒരു സംശയം ഞങ്ങൾക്ക് വീടിയിട്ടുണ്ട്. എന്ത്? പ്രവാചകന്മാർക്ക് അദൃശ്യജ്ഞാനം അറിയും, ഔലിയാക്കൾക്ക് അറിയോ ഇല്ലേ എന്നതാണല്ലോ ഇന്നത്തെ ചർച്ച. കാരണം ഇന്നിപ്പോ അമ്പിയാക്കൾ ആരുമില്ലല്ലോ. അപ്പൊ അമ്പിയാക്കൾക്ക് അറിയില്ല എന്ന് നിങ്ങൾ പറഞ്ഞ കാലഘട്ടത്തിലോ അന്ന് അമ്പിയാക്കൾ ഉണ്ടായിരുന്നോ? നിങ്ങൾ പറയുന്ന കാലഘട്ടത്തിലുണ്ടായിരുന്നോ? സർവ ഔലിയാക്കളും അല്ലാഹുവിന്റെ റസൂലിനെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും നമ്മുടെ ഈ തിരുവനന്തപുരം ജില്ലയിൽ തന്നെ പല സ്ഥലങ്ങളിലായി ഔലിയാക്കൾ അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട്. അവർക്കൊക്കെ അല്ലാഹു വലിയ കറാമത്ത് നൽകിയവരാണ്, വലിയ സ്ഥാനം കൊടുത്തവരാണ്. കാരണം അവർ അല്ലാഹുവിലേക്ക് മനസ്സറിഞ്ഞ് ചിന്തിച്ച് അല്ലാഹുവിലേക്ക് തിരിഞ്ഞ് ഇബാദത്ത് ചെയ്ത ആളുകളാണ്. റസൂലുള്ളാഹിനെ വല്ലാതെ സ്നേഹിച്ച് ബഹുമാനിച്ച് ആദരിച്ച് അല്ലാഹുവിന്റെ ഹബീബിന്റെ സർവ്വ സുന്നത്തുകളും ജീവിതത്തിൽ പകർത്തണമെന്ന ലക്ഷ്യത്തോട് ജീവിച്ച ആളുകളാണ്. എന്നാൽ ഞാൻ ചോദിക്കട്ടെ, ഔലിയാക്കൾ മറഞ്ഞ കാര്യം പറഞ്ഞത് ചരിത്രത്തിൽ ഒരുപാടുണ്ട്. പരിശുദ്ധ ഖുർആൻ സമ്മതിക്കുന്നതാണ്, ഹദീസുകളിൽ സമ്മതിക്കുന്നതാണ്, ചരിത്ര താളുകളിൽ സമ്മതിക്കുന്നതാണ്. എന്നാൽ നിങ്ങൾ ആലോചിച്ചു നോക്ക്, ഈ മനുഷ്യൻ ഒരു കാര്യം മാത്രം പറഞ്ഞ് മറ്റൊരു കാര്യം മൂടിവെച്ച് ജനങ്ങളെ കബളിപ്പിക്കുകയായിരുന്നു. എന്നാൽ നിങ്ങൾ കേട്ടോ, മറ്റൊരു മൗലവി തുറന്നൊരു കാര്യം അനുഭവം പറയുകയാണ്. സ്വന്തം ഉമ്മ മറഞ്ഞ കാര്യം പറഞ്ഞത് അദ്ദേഹം വളരെ വ്യക്തമായി വിവരിക്കുന്നു. റിയാദിലെ രണ്ടാമത്തെ മകൻ വാഹനാപകടത്തിൽ മരിച്ചിരിക്കുന്നു എന്ന വിവരം അതേ ഉമ്മ വീട്ടിലിരുന്ന് പറയുന്നതാണ് ഇനി നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. അപ്പൊ സാധാരണ ജനങ്ങൾ ചോദിക്കും, അതെങ്ങനെ ഉമ്മാക്ക് മറിഞ്ഞ കാര്യം പറഞ്ഞത്? അള്ളാഹുവിലേക്ക് നന്നായി അടുത്തപ്പോൾ 5 വക്ത് കൃത്യമായി അള്ളാഹുവിന് വേണ്ടി നിസ്കരിക്കാൻ ശ്രമിച്ചപ്പോൾ അള്ളാഹു ആദരവ് കൊടുത്തു, അള്ളാഹു ബഹുമാനം കൊടുത്തു. അതുകൊണ്ടാണ് അവർക്കിത് പറയാൻ കഴിയുന്നത്.
അതൊന്ന് കേട്ടോ. ചിലത് അള്ളാഹു നമുക്ക് പ്രായം ചെന്നവർക്കൊക്കെ അറിയിച്ചു കൊടുക്കും. അതെന്താ അറിയോ? എന്താ? ഒരാദരവാ, ഒരു ബഹുമാനമാണ്. അത് നമ്മളെ കാര്യം നേടാനല്ല. ചിലപ്പോ കണ്ടില്ലേ ഉമ്മ എഴുന്നേറ്റ് ഇങ്ങനെ ഇരിക്കണ്, എന്റെ ഉമ്മാങ്ങൾ 3 മണിക്ക് എഴുന്നേറ്റിരിക്കണ്, ഒന്നുമില്ല, എന്തേ ഒന്നുമില്ല, ഒരു ക്ഷീണം പോലെ. നമ്മളെ മക്കളൊക്കെ അല്ലേ ഇവിടെ, എല്ലാരും ഉണ്ടമ്മ അവിടെ, പിന്നെന്തേ ഒന്നുമില്ല. നമ്മൾ ആർക്കെങ്കിലും എന്തോ പറ്റിയണോ? ഒന്നും പറ്റിയിട്ടൊന്നുമില്ല. ആർക്കെങ്കിലും എന്തെങ്കിലും പറ്റിയണോ? അല്ല മങ്ങൾ കടന്നോളിമ്മ, കുറച്ച് കഴിഞ്ഞാൽ ഒരു ഫോൺ വരും, റിയാദിലുള്ള 2ാമത്തെ മകൻ അപകടം പറ്റിയിട്ടുണ്ടെന്നൊരു വിവരമുണ്ട്. ഒന്നുമില്ല, അള്ളാഹുവിന്റെ ഒരു ആദരവാ, ബഹുമാന. 5 നേരം നിസ്കരിച്ചണേ, ആളുകളെ പൈസ തിന്നാത്ത മഞ്ഞേരി ജീവിക്കുന്ന ഒരു ഉമ്മാക്ക് അള്ളാന്റെ ആദരവ് കൊടുക്കണം. അതില്ല എന്നല്ല പറഞ്ഞത്. ഈ പറഞ്ഞുകൊണ്ട് എന്തെങ്കിലും ഒരു നഷ്ടം? ഭയങ്കര നഷ്ടമല്ലേ സംഭവിച്ചത്? കാരണം നേരത്തെ മറ്റാൾ പറഞ്ഞിട്ട് പോയിട്ടുള്ളൂ. ഔലിയാക്കൾക്ക് വൈപറിയോ ഇല്ലേന്നാ ഇപ്പത്തെ പ്രശ്നം. ഇന്ന് അമ്പിയാക്കൾ ആരുമില്ലല്ലോ, അതുകൊണ്ട് അമ്പിയാക്കളല്ലാതെ ഒരാൾക്കും അറിയൂല, യാതൊരു സംശയമില്ല എന്ന് പറഞ്ഞിട്ടേ അയാളോട് പോയത്. അപ്പോഴാ ഇപ്പം വന്നിട്ട് പറയുന്നത് എന്ത്? ഉമ്മമാർക്ക് വൈപറിയോ അങ്ങനെ ഉണ്ടായിട്ടുണ്ട് എന്ന്. രാത്രി എണീറ്റിട്ട് ഉമ്മ പറയാണ്, ഇപ്പൊ ഫോൺ വരുന്നു. അതുവരെ ഉമ്മ പറയാ എന്ത്? ഇയാളിന് നടന്ന സംഭവം പറഞ്ഞു, അതോടൊപ്പം മകൻ മരിച്ചത് പറഞ്ഞു, വാഹനാപകടമെന്ന് പറഞ്ഞു. അത് ആ ഓർഡർ ഇവിടെ എത്തും, ഇപ്പൊ എത്തിയിട്ടില്ല, അത് പറഞ്ഞ കാര്യത്തിലൂടെ എത്തിയതാണ് എനിക്ക്. പക്ഷെ അതിന് നിയമമുണ്ട്, 5 വക്ത് കൃത്യമായി നിസ്കരിക്കുന്ന ആളുകൾ പൈസ നിന്നിരുത്. സ്വന്തം പൈസ ഉണ്ടെങ്കിൽ അത് ഉണ്ടാകും. തിരിഞ്ഞില്ലേ ഇരിക്കട്ടെ. ഈ നിലക്ക് വൈരുദ്ധ്യം പറയേണ്ടി വന്നത് എന്തുകൊണ്ടാ? ഇതാ ഞാൻ പറയുന്നത്. അടിസ്ഥാനം വിട്ട് പ്രവർത്തിക്കേണ്ടി വന്നു, അടിസ്ഥാനത്തിൽ നിന്ന് മാറി നിൽക്കേണ്ടി വന്നു. പക്ഷെ എനിക്ക് പറയാനുള്ള ഇതല്ല. നേരത്തെ ഒരു കാര്യം പറഞ്ഞു, പിന്നെ കുറച്ചു കാലം കഴിയുമ്പോൾ പണ്ഡിതന്മാരുടെ മുമ്പിൽ കൊടുക്കുമ്പോൾ സത്യം തുറന്നു പറയുന്നു. പക്ഷെ നേരത്തെ പറഞ്ഞതാണ് ആദർശമെന്ന് മനസ്സിലാക്കി പാപങ്ങളായ പലരും പെട്ടുപോയില്ലേ, അവര് മരിച്ചുപോയില്ലേ? ഈ പറഞ്ഞ് തിരുത്തിയ വിഷയം അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ നിങ്ങൾക്ക് സാധ്യമാണോ? വർഷങ്ങൾക്ക് മുമ്പ് ഒരു കാര്യം പറഞ്ഞ് കുറെ കാലം കഴിഞ്ഞ് വേറൊന്ന് പറഞ്ഞ് ഈ നിലക്ക് കളിക്കുന്ന ഒരു പ്രസ്ഥാനം ഇതെന്തുകൊണ്ട് സംഭവിച്ചു? എന്റെ മുഅ്മിനീകളെ, ഇനി നിങ്ങൾ ആലോചിച്ചു നോക്ക്. നമ്മുടെ നാടുകളിലൊക്കെ നന്നായി നടക്കുന്ന ഒരു സംഗതിയാണല്ലോ മന്ത്രം നടന്നത്, അല്ലേ? മന്ത്രം എന്ന് പറഞ്ഞാൽ അപ്പം തന്നെ ജനങ്ങൾ പറയും മുജാഹിദികൾ മന്ത്രത്തിനെതിരാ. കാരണം അത് ആദ്യം പ്രഖ്യാപിച്ചത് എന്ത് മന്ത്രം, എന്ത് നൂല്, എന്ത് ഐക്കല്ല്, എന്ത് ഏലസ്, എന്ത് എഴുതിക്കെട്ടല്, അതൊന്നും പാടില്ല, അതൊക്കെ തെറ്റാണ്. അതുപോലെ എന്തിനു വേണ്ടിയാ ഉൾക്കൊള്ളുന്ന മനുഷ്യന് നൂലിന്റെ ആവശ്യമുണ്ടോ, ചരടിന്റെ ആവശ്യമുണ്ടോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് മൻ തഅല്ലക ശൈഅൻ ആരെങ്കിലും എന്റെ ശരീരത്തിൽ എന്തെങ്കിലും ബന്ധിപ്പിച്ചാൽ അല്ലാഹു അവനിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണെങ്കിൽ ആ ചരടിലേക്ക് അവനെ ഏൽപ്പിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുപോലെ മന്ത്രം, അപ്പൊ അവരൊന്ന് പറയും തന്ത്രം. മന്ത്രത്തെ എങ്ങനെ പറയാ? തന്ത്രം എന്നാ പറയാ. ഇതെന്റെ പേരിൽ നിങ്ങൾ കളവാന്ന് പറയരുത്, അയാൾ കൊണ്ട് അപ്പൊ പറയും. ആര്? സക്കരിയ സ്വലാഹി വന്നിട്ട് ആ ഭാഗങ്ങൾ മുഴുവൻ ഇങ്ങോട്ട് എടുത്ത് പരാമർശിച്ച് കളിയാക്കിയ അയാൾ മന്ത്രം തന്ത്രം എന്നൊക്കെ പറഞ്ഞ് പരിഹസിക്കാൻ, എന്നിട്ട് വിമർശിക്കാൻ വേണ്ടി അയാൾ ഒരുപാട് ഉദാഹരണങ്ങളും പറയുന്നുണ്ട്. നിങ്ങൾ കേട്ടോ, അതൊന്ന് കേൾപ്പിച്ചു. രോഗം വന്ന ഐക്കല്ല്, ഏലസ്, ഉറുക്ക്, മന്ത്രം, തന്ത്രം, ഇതൊക്കെ ആരാ ചെയ്തുകൊണ്ടിരിക്കുന്നത്? റസൂൽ പഠിപ്പിച്ചത് രോഗം വന്നാൽ നിങ്ങൾ ചികിത്സിക്കണം, സദാവവും നിങ്ങൾ ചികിത്സിക്കണം. ഫഇന്നല്ലാഹ ലം യൻസിൽ ദാൻ ഇല്ലാ അൻസല ലഹു ദവാ. അല്ലാഹു രോഗം ഇറക്കിയിട്ടുണ്ടോ അതിന് പ്രത്യൗഷധവും ഇറക്കിയിട്ടുണ്ട്. ആ ഔഷധം കണ്ടെത്തി ചികിത്സിച്ചാൽ അല്ലാഹുവിന്റെ അനുമതി പ്രകാരം രോഗം സുഖപ്പെടുന്നതാണ്. അതിന് പകരം ഇവരെന്താ ചെയ്യുന്നത്? ഒരു തങ്ങളെടുത്ത് പോകും, അവിടുന്ന് ഒരു നൂല് ഒരു കെട്ട് എന്നിട്ടൊന്ന് കയ്യിൽ കെട്ടും, അല്ലെ? ഐക്കല്ല്, ഏലസ്, ഉറുക്കെന്നൊക്കെ പറഞ്ഞ് എന്താ ഇതിനകത്ത് ഉണ്ടാവുക? ഒരു കഷ്ണം കടലാസ് എടുത്തിട്ട് കുട്ടികൾ ടൈം ടേബിളിൽ വരയും പോലെ തെരങ്ങും പലകും വരയുക, അലിഫ് ലാമ് അലിഫ് റാ എന്നൊക്കെ എഴുതുക. എന്നിട്ട് ഹോമിയോപ്പതിക്കാരൻ ഗുളികപ്പൊതി ചെറുതായി മടക്കുക, എന്നിട്ട് മെഴുകിൽ പൊതിഞ്ഞ തുണിയിലാക്കുക, എന്നിട്ട് നൂല് ചുറ്റുക. ഇതാണ് ഐക്കല്ല്, ഏലസ്. അത് സ്വർണത്തിനുള്ളിലാക്കിയാലും വെള്ളിന്റെ ഉള്ളിലാക്കിയാലും കടലാസിനുള്ളിലാക്കിയാലും ഒക്കെ സാധനം ഇത് തന്നെയാണ്. സംഗതി ടൈം ടേബിളിന്റെ വാരി വരച്ചിട്ടുണ്ടെങ്കിലും പിന്നെ ഓരോ കള്ളിയിൽ വരക്കാനുള്ളത് പ്രത്യേകം അങ്ങനെ തന്നെ കള്ളിയാക്കട്ടെ. അപ്പൊ ഈ ഐക്കല്ലിന് ഇപ്പൊ തെറ്റെന്താണെന്നറിയോ? ഒന്ന് കുട്ടികൾ ടൈം ടേബിളിൽ വരക്കണ പോലെ വരച്ചു എന്നുള്ളതാണ് ഒരു പ്രശ്നം. ആ വര മാറിയപ്പോ ചെറുക്കുന്ന രക്ഷപ്പെടും, അതും രക്ഷപ്പെടൂല. മറ്റൊന്ന് അലിഫ് താഴ് റാവ് എന്നുള്ള അക്ഷരം പഠിച്ചു എന്നുള്ളതാണ്.
അത് മൗലവി പഴയ സാധനം മറച്ചു നോക്കിയപ്പോ മാഞ്ഞതാണ് അല്ലേ? എന്നാൽ അക്ഷരങ്ങളല്ല എഴുതുന്നത്, മറിച്ച് ദിക്റുകളാണ് എഴുതുന്നത്. അങ്ങനെ എഴുതി കെട്ടിക്കൊടുത്തിട്ടുണ്ട്. സ്വഹാബത്ത് അത് ചെയ്തിട്ടുണ്ട്, ഹദീസുകളിലുള്ളതല്ലേ. എന്നിട്ട് പറഞ്ഞതോ മന്ത്രം തന്ത്രം പരിശുദ്ധ ഖുർആൻ തന്നെ കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉൻ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ വലാ യസീദുൽ ളാലിമീന ഇല്ലാ ഖസാറാ. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഔഷധം ഇറക്കിയിട്ടുണ്ടെന്നാ വ്യക്തമായി പറയുന്നത്. മുഅ്മിനീങ്ങൾക്ക് റഹ്മത്തും ഔഷധവുമാണ് പരിശുദ്ധ ഖുർആൻ എന്നാണ് പരിശുദ്ധ ഖുർആനിലൂടെ പടച്ച റബ്ബ് പഠിപ്പിക്കുന്നത്. പക്ഷേ വലാ യസീദുൽ ളാലിമീന ഇല്ലാ ഖസാറാ. അക്രമകാരികൾക്ക് അത് നഷ്ടമായിട്ടല്ലാതെ വർദ്ധിക്കുകയില്ല. അക്രമകാരികൾക്ക് അത് കാര്യം ബോധ്യപ്പെടാൻ കഴിയൂല. എന്നാൽ ഖുർആൻ സത്യം പറയാണ്, ഔഷധ വീര്യമുള്ള മരുന്നായിട്ടാണ് നമ്മൾ ഖുർആൻ ഇറക്കിയിട്ടുള്ളത്. അത് വിശദീകരിച്ചുകൊണ്ട് മഹാന്മാരായ മുഫസ്സിറുകൾ, ഖുർആൻ വ്യാഖ്യാതാക്കളായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്ന കേട്ടോ. ഇന്നഹു ശിഫാഉൽ ലിൽ ഖുലൂബ്. പരിശുദ്ധ ഖുർആൻ അത് ഹൃദയങ്ങൾക്ക് ശമനമാണ്, ഔഷധമാണ്. എങ്ങനെ ഹൃദയങ്ങൾക്കുള്ള ചികിത്സയാകുന്നത്, അതിനുള്ള മരുന്നാകുന്നത് എങ്ങനെയാണ്? മനസ്സിലുള്ള സംശയങ്ങൾ നീങ്ങിപ്പോകാനും വിവരമില്ലായ്മ നീങ്ങിപ്പോയി അറിവ് സമ്പാദിക്കാനുമുള്ള ഒരു പ്രത്യേകമായ ചികിത്സ തന്നെ പരിശുദ്ധ ഖുർആൻ കൊണ്ട് സാധിക്കുന്നതാണ്. ഭാഗ്യമായ രോഗങ്ങൾക്കും പരിശുദ്ധ ഖുർആൻ ഔഷധം തന്നെ. അതെങ്ങനെ? മന്ത്രം കൊണ്ടും അതേ ഏലസ് കെട്ടൽ കൊണ്ടും ഉറുക്ക് കെട്ടൽ കൊണ്ടും വനഹ്വിഹി അതുപോലത്തെ ചികിത്സ കൊണ്ടുമാണ് ഇമാമിങ്ങൾ ഖുർആൻ വ്യാഖ്യാതാക്കൾ രേഖപ്പെടുത്തുകയാണ്. എന്നാൽ നിങ്ങൾ ആലോചിച്ചു നോക്ക്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബത്തിന്റെ സ്വഭാവത്തിന്റെ അവരൊരു യാത്രയിൽ ആ ഒരു പ്രത്യേകമായ സ്ഥലത്തവരെത്തിയപ്പോൾ ഒരാൾ ഓടി വന്ന് അവരോട് പറയുന്നു, നിങ്ങളിൽപ്പെട്ട മന്ത്രിക്കാൻ കഴിവുള്ള ആരെങ്കിലും ഉണ്ടോ? എന്റെ പ്രശ്നോ ആ ഗോത്രത്തിലെ സ്ഥലവൻ അവനെ എന്തോ ഒരു വസ്തു കഴിച്ചിട്ടുണ്ട്. അങ്ങനെ വിഷം ശരീരത്തിൽ കൂടിയിട്ടുണ്ട്, അത് ഇറക്കിക്കിട്ടണം. അതിനുവേണ്ടി മന്ത്രിക്കാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടോ? ഉണ്ട് എന്ന് പറഞ്ഞു. സ്വഹാബത്ത് പോയിട്ട് ഫാത്തിഹ സൂറത്ത് ഓതി മന്ത്രിച്ചു. വിഷമിറങ്ങി. അയാൾ സന്തോഷത്തോടുകൂടെ 30 ആടുകളെ കൊടുത്തു. അതുമായി ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിലുള്ളതാ. കാരണം ബുഖാരിന്റെ പരിഭാഷ കിട്ടുന്ന കാലഘട്ടല്ലേ മുജാഹിദിന്റെ കുട്ടികൾ തന്നെ വായിച്ചു നോക്കാൻ തുടങ്ങി. സുബ്ഹാനല്ലാഹ്, മന്ത്രങ്ങനെ തന്ത്രാവലി. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബത്തെ തന്ത്രം ചെയ്ത് ജീവിച്ചവരാണോ? അവരെയാണോ അള്ളാഹ് പൊരുത്തപ്പെട്ടു എന്ന് ഖുർആനിൽ പറഞ്ഞത്? അതൊരിക്കലും ശരിയാവില്ലല്ലോ. നോക്ക്, നിങ്ങൾ ആ സ്വഹാബത്ത് ഓഹരി ചെയ്യുന്നതിന് മുമ്പ് നബി തങ്ങളുടെ സമീപത്ത് ചെല്ലുന്നു. കാരണം നബി തങ്ങൾ പഠിപ്പിച്ചതാ അവർ ചെയ്തത്. എന്നാലും ഈ വിഷയത്തിൽ ലോക ജനങ്ങൾക്കൊരു അംഗീകാരം വേണമല്ലോ. കാരണം സ്വഹാബത്ത് ദീനിൽ തെളിവല്ലെന്ന് പറഞ്ഞ് തള്ളുകയാണ്. ജുമാ ഖുതുബ മദ്ഹബുകളിൽ എന്ന പുസ്തകത്തിൽ നമുക്ക് കാണാൻ കഴിയും, സ്വഹാബത്ത് ദീനിൽ തെളിവല്ലെന്നാണ് അവരുടെ പ്രഖ്യാപനം. നബി തങ്ങളുടെ സമീപത്ത് ചെന്ന് സ്വഹാബത്ത് പറയാണ്, നബിയേ, ഞങ്ങളിങ്ങനെ ഫാത്തിഹ സൂറത്ത് ഓതി മന്ത്രിച്ചു, 30 ആടുകൾ അവർ ഞങ്ങൾക്ക് സമ്മാനിച്ചു. നബി തങ്ങൾ പറയുന്നു, നിങ്ങൾക്ക് ലഭിച്ച ആടുകളിൽ നിന്ന് ഒരു വിഹിതം എനിക്കും നൽകൂ. ഓ, തന്ത്രത്തിലൂടെ നിങ്ങളിപ്പോ 30 ആടുകളെ സമ്മാനിച്ചല്ലേ? ആരോടും പറയണ്ട, വേഗം കാട്ട് നമുക്കും, അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്ത്രത്തിന് പ്രോത്സാഹനം ചെയ്തു എന്നാ പറയുന്നത്. ഇനി നിങ്ങൾ കേട്ടോ, ബഹുമാനപ്പെട്ട സ്വഹാബി വര്യൻ പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇദാ ഫസിഅ അഹദുകും മിനൻ നൗമി, നിങ്ങളിൽ വല്ലവരും ഉറക്കിൽ നിന്ന് പേടിച്ചാൽ ഫല്യഖുൽ, അവൻ പറഞ്ഞോളണം, അഊദു ബികലിമാത്തില്ലാഹി താമാത്തി മിൻ ഗളബിഹി വഇഖാബിഹി വശരി ഇബാദിഹി വമിൻ ഹമസാത്തി ശയാത്തീൻ വഅൻ യഹ്ദുറൂൻ.
ഇതങ്ങ് പറഞ്ഞാൽ പിശാചിന്റെ ഷർറിൽ നിന്ന് അവൻ രക്ഷപ്പെടുമെന്നാണ് റസൂൽ പഠിപ്പിക്കുന്നത്. എന്നിട്ട് നോക്ക്, വകാന അബ്ദുല്ലാഹിബ്നു അംറിൻ, സ്വഹാബിയായ അബ്ദുല്ലാഹിബ്നു അംർ തങ്ങളായിരുന്നു യുഅല്ലിമുഹാ, ഈ ദിക്ർ പഠിപ്പിച്ചു കൊടുക്കാറുണ്ടായിരുന്നു. മൻ ബലഗ മിൻ വലദിഹി, തന്റെ മക്കളിൽ നിന്ന് പ്രായപൂർത്തിയെത്തിയ മക്കൾക്ക് ഇത് പഠിപ്പിച്ചു കൊടുക്കാറുണ്ടായിരുന്നു. വമൻ ലം യബ്ലുഗ മിൻഹും, പ്രായപൂർത്തിയെത്താത്ത കുട്ടികളോ അവർക്ക് കതബഹാ ഫീ സക്കിൻ സുമ്മ അല്ലഖഹാ ഫീ ഉനുഖിഹി, അവർക്ക് ഈ ദിക്ർ എഴുതി കഴുത്തിൽ കെട്ടിക്കൊടുക്കാറുണ്ടായിരുന്നു. സ്വഹാബികളാണ് ഈ ചെയ്യുന്നത്. എന്നിട്ട് ഒരു തങ്ങളെടുത്ത് ചെന്നപ്പോ ശിശുഫു എന്ന് പറഞ്ഞാലോ തന്നെ. അപ്പൊ ഈ ഊതിയോടത്തുള്ള പ്രശ്നം, അല്ലെങ്കിൽ ഈ കെട്ടിയോടത്തോ, അല്ലെങ്കിൽ ഈ സാധനം നൂലായതോട്ടോ, മന്ത്രം ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ അതേത് വിഷയത്തിലും അനുവദനീയമാണ്. പക്ഷേ അതിന്റെ അടിസ്ഥാനം പഠിക്കണം. അതുകൊണ്ടാണ് നബിതങ്ങളുടെ മുമ്പിൽ സ്വഹാബത്ത് മന്ത്രങ്ങൾ മുഴുവനും അങ്ങ് വെളിവാക്കി കൊടുത്തപ്പോൾ നബിതങ്ങൾ പറഞ്ഞു, ശിർക്കില്ലാത്ത കാലത്തോളം സർവമന്ത്രങ്ങളും അനുവദനീയമാണ്, ഒരു കുഴപ്പമില്ല. കാരണം സ്വഹാബത്ത് ചെയ്തിരുന്നത് അന്ന് നൂലിൽ മന്ത്രിച്ചവരുണ്ടായിരുന്നു, അതുപോലെ എഴുതി കെട്ടിയവരുണ്ടായിരുന്നു, മന്ത്രി ചൂതിയവരുണ്ടായിരുന്നു, മന്ത്രിച്ച് തടവിയവരുണ്ടായിരുന്നു. പക്ഷേ ഈ മന്ത്രങ്ങളുടെ അടിസ്ഥാനം പരിശുദ്ധ ഖുർആൻ കൊണ്ടായിരിക്കണം, റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ച ഹദീസുകൾ ദിക്റുകൾ കൊണ്ടായിരിക്കണം, ഇങ്ങനെ സൽക്കർമ്മങ്ങൾ കൊണ്ടായിരിക്കണം. അല്ലാത്ത ശിർക്കിന്റെ മന്ത്രങ്ങളും ശിർക്ക് കലർന്നിട്ടുള്ള പ്രവർത്തനങ്ങളും അതാണ് തെറ്റ് എന്ന് റസൂലുള്ള പഠിപ്പിച്ചിട്ടുള്ളത്. എന്നാൽ ഈ മന്ത്രം തന്ത്രം എന്ന് പറഞ്ഞു പോയ മൗലവിണ്ടല്ലോ, അയാളുടെ ഈ തന്ത്രം ജനങ്ങളുടെ മുമ്പിൽ വില പോകൂല, പണ്ഡിതന്മാരുടെ മുമ്പിൽ വില പോകൂല. അതുകൊണ്ട് അയാളെ തന്നെ പിടിച്ചൊന്ന് പറയിപ്പിക്കാൻ പോവാണ്. അയാളെന്ന് പറയട്ടെ, നമുക്ക് നമ്മളെ കുട്ടികൾക്കൊക്കെ എന്തെങ്കിലുമൊക്കെ വിഷമങ്ങളോ കരച്ചിലോ ഒക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ എന്താ ചെയ്യാറ്? ഒരു ചെറിയ കുട്ടി, എന്താണെന്ന് പറയാൻ വയ്യാത്ത കുട്ടി രാത്രി കരയാണെങ്കിൽ ഒന്ന് കൊണ്ടുപോയി നജസ്സൊക്കെ വൃത്തിയാക്കിയിട്ട് നമ്മൾ കുട്ടിക്ക് ആയത്തിൽ കുറിച്ച് ഊതി തടവി കൊടുത്താൽ കുട്ടി അങ്ങോട്ട് ഉറങ്ങും. ഇതൊക്കെ ഇപ്പൊ ഖുറാഫാത്താ. നബി പറഞ്ഞു, നിങ്ങൾക്കൊരു സ്ഥലത്ത് വേദനയുണ്ടെങ്കിൽ ആ വേദനയുടെ സ്ഥലത്ത് നിങ്ങൾ കൈവെക്കുക, എന്നിട്ട് ബിസ്മില്ല എന്ന് 3 പ്രാവശ്യം പറയാ. എന്നിട്ട് അഊദു ബിഇസ്സത്തില്ലാഹി വഖുദ്റതിഹി മിൻ ശർരി മാ അജിദു വഉഹാദിർ. കണ്ടോ, അല്ലാഹുവിന്റെ ഇസ്സത്തിൽ ഞാൻ അഭയം തേടുന്നു, അവന്റെ ഖുദ്റത്തിൽ ഞാൻ അഭയം തേടുന്നു, ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുകയും വലുതായി പോകുമെന്ന് ഞാൻ ഭയപ്പെടുകയും ചെയ്യുന്ന ഈ വേദനയിൽ നിന്നും ഇത് 7 പ്രാവശ്യം നിങ്ങൾ പറയണം. എന്നിട്ടും വേദന മാറില്ലെങ്കിൽ വീണ്ടും വീണ്ടും പറയണം. അപ്പൊ വേദനക്കുള്ള മന്ത്രമാണത്. ഒരു രോഗിയെ സന്ദർശിച്ചാൽ രോഗിയോട് നിങ്ങൾ സാരമില്ല, സുഖമാകും എന്ന് പറയുന്നതോടൊപ്പം രോഗിക്ക് വേണ്ടി മന്ത്രിക്കണം, പ്രാർത്ഥിക്കണം. എന്താണ്? വെറും പ്രാർത്ഥനയല്ല, ഊതിക്കൊടുക്കലും തടവിക്കൊടുക്കലൊക്കെ അതിലുള്ളതാണ്. ഊതിക്കൊടുക്കലും തടവിക്കൊടുക്കലൊക്കെ മന്ത്രത്തിലുള്ളതാണ്, തന്ത്രമല്ലാന്ന്. ഇതിനല്ലേ നമ്മൾ ഉസ്താദുമാരുള്ളത്, നിങ്ങൾ മനസ്സിലാക്കണം. നമ്മുടെ വീട്ടിൽ കുട്ടികൾ, ഒരു ചെറിയ കുട്ടി എന്താണെന്ന് അറിയുന്നില്ല, ഭയങ്കര കരച്ചില്. എന്ത് ചെയ്യണോ? കുട്ടിയെ കൊണ്ടുപോയി നജസ്സൊക്കെ വൃത്തിയാക്കി കുട്ടിക്ക് ആയത്തിൽ കുറിച്ച് ഓതി മന്ത്രി ചൂതി അങ്ങ് കൊടുത്താൽ കുട്ടി നന്നായി അങ്ങ് ഉറങ്ങും. ഇതൊക്കെ ഖുറാഫാത്താവെന്ന് ചോദിച്ചാൽ ഇടയിൽ കൂടെ. എന്താ കാരണം? ആരെങ്കിലും സദസ്സിൽ ഇങ്ങനെ ഖുറാഫാത്താണല്ലോ എന്നുള്ള നിലക്ക് ഇങ്ങനെ തരിച്ചു നിന്നിട്ടുണ്ടാവും. ഓനൊന്നങ്ങ് ഒതുക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞതാ. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇതൊക്കെ ഖുറാഫാത്താണ്, ഇതൊക്കെ സുന്നികളുടെ സ്വഭാവമാണ്, അവർ പൈസ ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണ് എന്നൊക്കെ പറഞ്ഞ് സഹാബത്ത് 30 ആടുകൾ ഉണ്ടാക്കിയല്ലോ. അവര് വല്ലാത്തൊരു മന്ത്രം, അവർ വല്ലാത്തൊരു പൈസ ഉണ്ടാക്കുന്ന ടീമല്ലേ അല്ലേ? നിങ്ങളെന്തായി പറയുന്നത്? പരിശുദ്ധ ഖുർആൻ അത് മന്ത്രിച്ച സഹാബത്ത് ആ ഒരു സ്വഭാവമുള്ള ആളുകളെ സംബന്ധിച്ച് പരിഹസിച്ചപ്പോൾ ഞാൻ ചോദിക്കുന്നു, റസൂലുള്ളാഹിന്റെ മുമ്പിൽ വല്ല കുട്ടികളെയും ഇതുപോലെ കൊണ്ടുവന്നിട്ട് നബി തങ്ങൾ ആ കുട്ടിയെ നജസും എല്ലാം വൃത്തിയാക്കാൻ വേണ്ടി കൽപ്പിക്കുകയും ആയത്തുൽ കുർസി ഓതി മന്ത്രിച്ച് ഓതിക്കൊടുത്തതും ഒരു സ്വഹീഹായ ഹദീസ് കൊണ്ട് തെളിയിക്കാൻ സാധ്യമാണോ? റസൂലുള്ള ചെയ്യണമെന്നാ പറയുന്നത്, റസൂലുള്ള പ്രവർത്തിക്കണമെന്നാ പറയുന്നത്, റസൂലുള്ള അനുമതി കൊടുക്കണമെന്നാ പറയുന്നത്. എങ്കിൽ ഇങ്ങനെ ഒരു സംഭവം ഹദീസിൽ കാണിക്കാൻ സാധ്യമാണോ? അപ്പൊ ഞാൻ ചോദിക്കുന്നു, മന്ത്രിക്കണമെന്ന് ഇസ്ലാമിൽ സ്ഥിരപ്പെട്ടാൽ അത് ഇസ്ലാം അംഗീകരിക്കുന്ന രൂപത്തിൽ അത് ഏത് രോഗത്തിനു വേണ്ടിയിട്ടും ഉപയോഗപ്പെടുത്താം. അതാണ് ഇസ്ലാമിന്റെ നിയമം. എന്നാൽ നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ പതാകവാഹകൻ ആരായിരുന്നു? AP അബ്ദുൽ ഖാദർ മൗലവിയോ? ആരാ പറഞ്ഞത്? ഇബ്നു ഖയ്യിമുൽ ജൗസി.
ആ ഇബ്നു ഖയ്യിമുൽ ജൗസിയാണ് എന്ന് സമർത്ഥിച്ച ആ ഇബ്നു ഖയ്യിമുൽ ജൗസി പറയുന്നു, അയാളെന്താ പറയുന്നത്, മഹാന്മാരായ സ്വഹാബികൾ അതുപോലെ താബിഈങ്ങൾ സച്ചരിതരായ മുൻഗാമികളായ ഇമാമിങ്ങൾ അവരിൽ ഒരു കൂട്ടം പണ്ഡിതന്മാരുടെ അഭിപ്രായം തന്നെ ഖുർആൻ കണ്ണേറ് ബാധിച്ച ആളുകൾക്ക് പരിശുദ്ധ ഖുർആൻ ഒരു കടലാസിൽ എഴുതണം, എന്തെങ്കിലും ഒരു പാത്രത്തിൽ എഴുതണം, എന്നിട്ട് എന്നിട്ട് അത് അവൻ നന്നായി അങ്ങ് കുടിക്കണം. അപ്പൊ ഉറുക്കെഴുതി കുടിക്കണം. സഹാബത്താ പറയുന്നത്. എഴുതി വെച്ചതാരാണ്? സ്വന്തം നേതാവ് ഇബ്നു ഖയ്യിമുൽ ജൗസി അദ്ദിബ്ബുൻ നബവി എന്ന ഗ്രന്ഥത്തിന്റെ 133-134 പേജുകളിൽ കാണാൻ സാധിക്കും. അതേ മനുഷ്യൻ തന്നെ പറയാണ്, ബഹുമാനപ്പെട്ട മുജാഹിദ് റളിയല്ലാഹു അൻഹു. അത് തോന്നിയിട്ടാവും മുജാഹിദിന്റെ പേര് തെറിയത്തില്ലയോ? അല്ല, സ്വഹാബിയായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യനാണ് മുജാഹിദ് റളിയല്ലാഹു അൻഹു. ആ മുജാഹിദ് റളിയല്ലാഹു അൻഹു അതല്ലാതെ മുജാഹിദ് പാലിച്ചില്ല. പരിശുദ്ധ ഖുർആനോദി അത് കലക്കി എന്നിട്ട് രോഗിക്ക് കുടിക്കാൻ കൊടുക്കുന്നത് കൊണ്ട് ഒരു കുഴപ്പവും ഇല്ല. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പ്രസവിക്കാൻ പ്രയാസമുള്ള ഒരു പെണ്ണിന് വേണ്ടി പരിശുദ്ധ ഖുർആനിൽ നിന്ന് 2 ആയത്ത് എഴുതാൻ കൽപ്പിക്കുകയും അങ്ങനെ അത് മായ്ച്ച് അത് കുടിക്കാൻ വേണ്ടി പ്രോത്സാഹിപ്പിക്കുകയും ജനങ്ങളോട് കൽപ്പിക്കുകയും ചെയ്യുമായിരുന്നു. ഇബ്നു നബവിയിൽ ആരാ പറയുന്നത്? ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ പതാകവാഹകൻ എന്ന് ഇസ്ലാഹി പ്രസ്ഥാന ചരിത്രത്തിൽ ആമുഖം എന്ന് പറയുന്ന കേരള രദുവത്തുൽ മുജാഹിദീൻ പ്രസിദ്ധീകരിച്ച പുസ്തകത്തിലാണ് എഴുതി വെക്കുന്നത്. ആ പുസ്തകത്തിൽ നിങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ള ഇബ്നു ഖയ്യിമുൽ ജൗസിയാണ് രേഖപ്പെടുത്തുന്നത്. അയാൾ തന്നെ മന്ത്രിച്ച് ചികിത്സിച്ച് രോഗം മാറിയത് അയാൾ പറയുന്നു.